ഇപ്പൊ നമ്മൾ നോക്കാൻ പോകുന്നത് ഡ്രഗ്സ് ആക്ടിങ് ഓൺ കാർഡിയോവാസ്കുലർ സിസ്റ്റം ആണ്. പാർട്ട് 1 ആണ് ഇതിൽ ഈ വീഡിയോയില്. അപ്പോ സ്റ്റാർട്ട് ചെയ്യുമ്പോഴത്തേക്കും നമ്മുടെ കാർഡിയോവാസ്കുലർ സിസ്റ്റത്തിൽ ആക്ട് ചെയ്യുന്ന ഡ്രഗ്സ് അല്ലെ. അപ്പൊ മെയിൻ ആയിട്ട് എങ്ങനെയാണ് നമ്മുടെ കൺജസ്റ്റീവ് ഹാർട്ട് ഫെയിലിയറിന്റെ കേസിൽ CHFന്റെ കേസിലൊക്കെ യൂസ് ചെയ്യുന്ന ഡ്രഗ്സ് ആണ് നമ്മൾ ഈ ഗ്രൂപ്പിൽ പഠിക്കുന്നത്. കാർഡിയോ ടോണിക് ഡ്രഗ്സ്, അതുപോലെ ഹൈപ്പർ ടെൻഷൻ യൂസ് ചെയ്യുന്ന ആന്റി ഹൈപ്പർടെൻസീവ് ഡ്രഗ്സ്, ഇനി അരിത്മിയ കണ്ടീഷൻ ഉണ്ടെങ്കിൽ അതിന് യൂസ് ചെയ്യുന്ന ആന്റി അരിത്മിക് ഡ്രഗ്സ്, അതുപോലെ ആൻജൈന കണ്ടീഷൻ വരുവാണെങ്കിൽ അവിടെ യൂസ് ചെയ്യുന്ന ആന്റി ആൻജൈനൽ ഡ്രഗ്സ്, ഇതൊക്കെ എന്തിൽ വരും? കാർഡിയോവാസ്കുലർ സിസ്റ്റത്തിൽ ആക്ട് ചെയ്യുന്ന ഡ്രഗ്സിന്റെ ഉള്ളിൽ വരും. ഇത് കൂടാതെ ഒരു ഗ്രൂപ്പും കൂടെ ഉണ്ട്, നമുക്കറിയാം ഹൈപ്പർ ലിപ്പിഡിമിയയുടെ കേസിൽ യൂസ് ചെയ്യുന്ന ഡ്രഗ്സ് അല്ലെ. അതായത് കൊളസ്ട്രോൾ കൂടുവാണെങ്കിൽ ആ കേസിൽ ലോവർ ചെയ്യാനായിട്ട് നമ്മൾ യൂസ് ചെയ്യുന്ന ഡ്രഗ്സ്. ഇതെല്ലാം കാർഡിയോവാസ്കുലർ സിസ്റ്റത്തിൽ ആക്ട് ചെയ്യുന്ന ഡ്രഗ്സിലാണ് വരുന്നത്. അപ്പൊ ഫസ്റ്റ് കാർഡിയോടോണിക് ഡ്രഗ്സിന്റെ ക്ലാസിഫിക്കേഷൻ എന്ന് പറയുമ്പോൾ ഈ കാർഡിയോടോണിക് ഡ്രഗ്സ് എല്ലാം എന്താണ് ചെയ്യുന്നത്? ഫോഴ്സ് ഓഫ് കോൺട്രാക്ഷൻ, ഹാർട്ടിന്റെ ഫോഴ്സ് ഓഫ് കോൺട്രാക്ഷൻ കൂട്ടുകയാണ് ചെയ്യുന്നത്. ക്ലാസിഫിക്കേഷൻ ആണ് കാർഡിയക് ഗ്ലൈക്കോസൈഡ്സ്, അതുപോലെ സിമ്പത്തറ്റിക് ഡ്രഗ്, ആന്റി കോളിനർജിക് ഡ്രഗ്സ്, സാന്തീൻസ്. അതിൽ കാർഡിയക് ഗ്ലൈക്കോസൈഡ്സിൽ വരുന്നതാണ് ഡിജോക്സിൻ, ഡിജിറ്റോക്സിൻ. സിമ്പത്തറ്റിക് ഡ്രഗില് അഡ്രിനാലിൻ, ഡോപ്പമിൻ, ഐസോപ്രിനാലിൻ. ആന്റി കോളിനർജിക്സിൽ ആരൊക്കെയാണ്? അട്രോപ്പിൻ, സ്കോപ്പളമീൻ. സാന്തീൻസിൽ വരുന്നതാണ് തിയോഫിലിനും തിയോബ്രോമിനും. കാർഡിയക് ഗ്ലൈക്കോസൈഡ്സ് എന്ന് പറയുന്നത് എന്താണെന്ന് ആദ്യം ഇമ്പോർട്ടന്റ് ആയിട്ട് ഇതിൽ കാർഡിയക് ഗ്ലൈക്കോസൈഡ്സ് ആണുള്ളത്. നമുക്കറിയാം ഗ്ലൈക്കോസൈഡ്സ് ആണ് കാർഡിയക് ഗ്ലൈക്കോസൈഡ്സ്. അവർക്ക് കൺജസ്റ്റീവ് ഹാർട്ട് ഫെയിലിയറിന്റെ കേസിൽ അല്ലെങ്കിൽ ഫെയിലിംഗ് ആയിട്ടുള്ള ഹാർട്ടിൽ ഒരു സ്പെസിഫിക് ആക്ഷൻ ഉണ്ട് അല്ലെ. എന്താണ് അവരുടെ ആക്ഷൻ എന്ന് പറയുന്നത്? ഹാർട്ടിന്റെ ഫോഴ്സ് ഓഫ് കോൺട്രാക്ഷൻ കൂട്ടുക. ഫെയിലിംഗ് ആയിട്ടുള്ള ഹാർട്ടിന്റെ ഫോഴ്സ് ഓഫ് കോൺട്രാക്ഷൻ കൂട്ടുക, ഹാർട്ട് റേറ്റ് കുറയ്ക്കുക, എന്നിട്ട് എന്ത് ചെയ്യുക? പ്രോപ്പർ ആയിട്ട് സർക്കുലേഷൻ ഉണ്ടാക്കുക. ഇതാണ് ഇവരുടെ ഫംഗ്ഷൻ, കാർഡിയക് ഗ്ലൈക്കോസൈഡ്സിന്റെ ഫംഗ്ഷൻ. ക്ലാസിഫിക്കേഷൻ വരുമ്പോൾ നാച്ചുറൽ ആയിട്ട് പ്ലാന്റ് സോഴ്സിൽ നിന്ന് കിട്ടുന്നത്, അതായത് ഫോക്സ്ഗ്ലോ ലീവ്സിൽ നിന്ന് കിട്ടുന്നത് ഡിജിറ്റാലിസ് പർപ്യൂറ, ഡിജോക്സിൻ, ഡിജിറ്റോക്സിൻ, ഇതുപോലെ ഡിജിറ്റാലിസ് ലെനേറ്റ, ഡിജോക്സിൻ, ലാനറ്റോസൈഡ് സി, പിന്നെ ഫോക്സ്ഗ്ലോവിന്റെ സീഡ്സിൽ നിന്ന് കിട്ടുന്ന സ്ട്രോപാന്തസ് കോംബെ, സൈമാരിൻ സൈമറോള്, സ്ട്രോപാന്തസ് ഗ്രാറ്റസ്, ഔവാബിൻ സ്ക്വില്ല്. ആനിമൽ സോഴ്സിൽ നിന്ന് കിട്ടുന്ന ടോഡ് വെനം, ബ്യൂഫോടോക്സിന്. സിന്തറ്റിക് ആയിട്ടുള്ള ഡിജിറ്റോക്സിജനിൻ, ഡിജോക്സിജനിൻ, ജിറ്റോക്സിജനിൻ. ഇതൊക്കെയാണ് ഏജൻസ് കാർഡിയക് ഗ്ലൈക്കോസൈഡ്സിൽ. അപ്പൊ ഈ കാർഡിയക് ഗ്ലൈക്കോസൈഡ്സിന്റെ മെക്കാനിസം ഓഫ് ആക്ഷൻ ആണ് അടുത്തത്. എല്ലാ കാർഡിയക് ഗ്ലൈക്കോസൈഡ്സും എന്താണ് ചെയ്യുന്നതെന്ന് വെച്ചാൽ നമ്മുടെ കാർഡിയക് സെൽസിന്റെ ഉള്ളിൽ ഒരു സോഡിയം പൊട്ടാസ്യം ATPase എന്ന് പറഞ്ഞ എൻസൈം ഉണ്ട്. ആ എൻസൈം ഇസ് ഓൾവേസ് അസോസിയേറ്റഡ് വിത്ത് എ സോഡിയം പമ്പ്. ഒരു സോഡിയം പമ്പുമായിട്ട് അസോസിയേറ്റ് ചെയ്തിരിക്കുന്ന ഒരു സോഡിയം പൊട്ടാസ്യം ATPase എന്ന് പറഞ്ഞ എൻസൈം ഉണ്ട്. എന്താണ് ഈ എൻസൈം ചെയ്യുന്നത്? ഈ എൻസൈം ചെയ്യുന്നത് സോഡിയത്തിനെ സെല്ലിന്റെ പുറത്തേക്ക് പമ്പ് ചെയ്യും, പൊട്ടാസ്യത്തിനെ സെല്ലിന്റെ ഉള്ളിലേക്ക് പമ്പ് ചെയ്യും. അങ്ങനെയാണ്, അതാണ് ഈ പെർട്ടിക്കുലർ പമ്പിന്റെ ഫംഗ്ഷൻ എന്ന് പറയുന്നത്. ഈ എൻസൈം റിലേറ്റ് ചെയ്തിരിക്കുന്ന പമ്പിന്റെ ഫംഗ്ഷൻ എന്ന് പറയുന്നത്. ഡിജിറ്റാലിക് ഗ്ലൈക്കോസൈഡ്സ് എന്താ ചെയ്യുന്നതെന്ന് വെച്ചാൽ അവർ ഈ സോഡിയം പൊട്ടാസ്യം ATPase പമ്പിനെ എന്ത് ചെയ്യും? ബ്ലോക്ക് ചെയ്യും, അല്ലെങ്കിൽ ഇൻഹിബിറ്റ് ചെയ്യും. ഇൻഹിബിറ്റ് ചെയ്യുമ്പോൾ എന്താ സംഭവിക്കുന്നത്? സോഡിയം കോൺസെൻട്രേഷൻ സെല്ലിന്റെ ഉള്ളില് കൂടും. ദെയർബൈ കാൽഷ്യത്തിന്റെ കോൺസെൻട്രേഷനും കൂടിയിട്ട് കോൺട്രാക്ടിലിറ്റി കൂടും. ഫെയിലിംഗ് ഹാർട്ടിന്റെ ഫോഴ്സ് ഓഫ് കോൺട്രാക്ഷൻ കൂടും. കുറച്ചും കൂടി ഡീറ്റെയിൽ ആയിട്ട് മെക്കാനിസം ഓഫ് ആക്ഷൻ നോക്കുകയാണെങ്കിൽ എന്താണ്? ഇൻഹിബിറ്റ് ചെയ്യും അല്ലെ. സോഡിയം പൊട്ടാസ്യം ATPase എൻസൈമിനെ ഇൻഹിബിറ്റ് ചെയ്യും. അതെപ്പോഴും ഒരു സോഡിയം പമ്പുമായിട്ട് അസോസിയേറ്റഡ് ആയിരിക്കും. ആസ് എ റിസൾട്ട് ഓഫ് ഇൻഹിബിഷൻ എന്താണ് സംഭവിക്കുന്നത്? ആക്റ്റീവ് ട്രാൻസ്പോർട്ട് ഓഫ് സോഡിയം അല്ലെ. സോഡിയത്തിന് പുറത്തേക്ക് പോകുന്നതിനെ എന്ത് ചെയ്യാണ്? ഡിക്രീസ് ചെയ്യും. ആസ് എ റിസൾട്ട് എന്ത് സംഭവിക്കും? നമ്മുടെ സെല്ലിന്റെ ഉള്ളിലുള്ള സോഡിയം കോൺസെൻട്രേഷൻ കൂടും, ഇൻട്രാ സെല്ലുലാർ സോഡിയം കോൺസെൻട്രേഷൻ കൂടും. പിന്നെന്താണ്? കാൽഷ്യം കോൺസെൻട്രേഷൻ കുറയുന്നതായിരുന്നു അല്ലെ. ആ കാൽഷ്യം കോൺസെൻട്രേഷൻ എന്ത് ചെയ്യും? സെല്ലിന്റെ പുറത്തേക്ക് പോകുന്ന കാൽഷ്യം കോൺസെൻട്രേഷൻ കുറയും. അതായത് സെല്ലിന്റെ ഉള്ളില് കാൽഷ്യത്തിന്റെ കോൺസെൻട്രേഷൻ കൂടും. പിന്നെ നമ്മൾ സ്റ്റോർ ചെയ്ത് വെച്ചിരിക്കുന്ന ഈ സാർക്കോപ്ലാസ്മിക് റെറ്റിക്കുലത്തിലൊക്കെ സ്റ്റോർ ചെയ്ത് വെച്ചിട്ടുണ്ടാവും കാൽഷ്യം. അതിന്റെ റിലീസ് കൂടിയിട്ട് കാൽഷ്യത്തിന്റെ കോൺസെൻട്രേഷൻ കൂടും, പെർമിയബിലിറ്റി നന്നായിട്ട് കൂടും. നെറ്റ് എഫക്ട് എന്താണ് ഉണ്ടാവുന്നത്?
കാൽഷ്യം കോൺസെൻട്രേഷൻ കൂടിയിട്ട് എന്ത് സംഭവിക്കും? കാർഡിയക് മസിൽസിന്റെ ഫോഴ്സ് ഓഫ് കോൺട്രാക്ഷൻ കൂടും. അപ്പൊ അതാണ് മെക്കാനിസം ഓഫ് ആക്ഷൻ. മെക്കാനിസം ഓഫ് ആക്ഷൻ സോഡിയം പൊട്ടാസ്യം ATPase പമ്പിനെ ബ്ലോക്ക് ചെയ്യുന്നു. ബ്ലോക്ക് ചെയ്യുന്നത് വഴി സോഡിയത്തിന്റെ കോൺസെൻട്രേഷൻ സെല്ലിന്റെ അകത്ത് കോൺസെൻട്രേഷൻ കൂട്ടുന്നു, കാൽഷ്യത്തിന്റെ കോൺസെൻട്രേഷൻ കൂട്ടുന്നു, ഫോഴ്സ് ഓഫ് അട്രാക്ഷൻ ഫോഴ്സ് ഓഫ് കോൺട്രാക്ഷൻ കൂട്ടുന്നു. ഇനി ഫാർമക്കോളജിക്കൽ ആക്ഷനിലേക്ക് വരുമ്പോൾ കാർഡിയക് എഫക്ട്സ് നോർമൽ ഹാർട്ടിലെയും ഫെയിലിംഗ് ഹാർട്ടിലെയും ഡിഫറൻസ് ഉണ്ട് അല്ലെ? അതൊന്ന് മനസ്സിലാക്കണം. നോർമൽ ഹാർട്ടിൽ എന്താണ്? പോസിറ്റീവ് ഈനോട്രോപിക് ആക്ഷൻ ആണ് അല്ലെ? ഫോഴ്സ് ഓഫ് കോൺട്രാക്ഷൻ കൂട്ടും, അതുപോലെ ഹാർട്ട് റേറ്റ് കുറയ്ക്കും, കാർഡിയക് ഔട്ട്പുട്ട് കുറയ്ക്കും. സിസ്റ്റോളിക് അതുപോലെ മെയിൻ സിസ്റ്റമിക് ആർട്ടറി പ്രഷർ ഉണ്ട്, ആർട്ടീരിയൽ പ്രഷർ ഉണ്ട്, ആർട്ടറി ഇൻസേർട്ട് ചെയ്യുന്ന പ്രഷർ, അത് കൂട്ടിയിട്ട് എന്ത് ചെയ്യും? ഡിറക്റ്റ് ആയിട്ട് ഈ ആർട്ടീരിയോൾസ് ഉണ്ടാവുമല്ലോ, അതിനൊക്കെ കോൺട്രാക്ട് ചെയ്യിപ്പിക്കും. വീനസ് പ്രഷർ കുറയ്ക്കുകയാണ് ചെയ്യുന്നത്. ഇനി കൺജസ്റ്റീവ് ഹാർട്ട് ഫെയിലിയർ ആയിട്ടുള്ള ഒരു ഫെയിലിംഗ് ഹാർട്ടിന്റെ കേസ് ആണെങ്കിൽ അവിടെയും എന്താണ്? ഫോഴ്സ് ഓഫ് കോൺട്രാക്ഷൻ കൂട്ടും, സൈനസ് റേറ്റ് കുറച്ചിട്ട് ഹാർട്ട് റേറ്റ് നന്നായിട്ട് കുറയ്ക്കും. ഇനി കാർഡിയക് മെയിൻ ആക്ഷന് പുറമെ കുറച്ച് എക്സ്ട്രാ കാർഡിയക് എഫക്ട്സ് ഉണ്ട്. അതാണ് കിഡ്നിയിലെ എഫക്ട്. കിഡ്നിയിൽ എന്താണ്? ഡയൂറസിസ് ഉണ്ടാക്കും അല്ലെ? അതായത് കിഡ്നിയിലേക്കുള്ള ബ്ലഡിന്റെ ഫ്ലോ കൂട്ടി, റീനൽ പെർഫ്യൂഷൻ കൂട്ടിയിട്ട് ഡയൂറസിസ് ഉണ്ടാവും. യൂറിൻ പാസ് ചെയ്യും ചുമ്മാതെ, അപ്പൊ ഡയൂറസിസ് ഉണ്ടാവും. അതല്ലാതെ എന്താണ് ഉണ്ടാവുന്നത്? എഡിമ ഉണ്ടാവും. അതായത് ആൽഡോസ്റ്റിറോൺ ഉണ്ടല്ലോ, ആൽഡോസ്റ്റിറോണിനെ ആന്റഗനൈസ് ചെയ്തിട്ട് എന്തുണ്ടാക്കും? നീരുണ്ടാക്കും, എഡിമ ഉണ്ടാക്കും. കണ്ണിലൊക്കെ ആണെങ്കിൽ സാൻഡോപ്ഷിയ എന്ന് പറയുന്ന ഒരു കണ്ടീഷൻ, അതായത് ഒരു യെല്ലോ ഗ്രീൻ കളറിൽ ഒരു അപ്പിയറൻസ് വന്നിട്ട് നമുക്ക് വിഷ്വലി കാണാൻ പറ്റാത്ത അവസ്ഥ, വിഷ്വൽ ഡിസ്റ്റർബൻസ് വരുന്ന അവസ്ഥയാണ് സാൻഡോപ്ഷിയ എന്ന് പറയുന്നത്. അപ്പൊ അതുണ്ടാവും ഗ്ലൈക്കോസൈഡ്സിന്റെ എക്സ്ട്രാ കാർഡിയൽ എഫക്ട്സ് ആയിട്ട്. CNS എന്താണ്? ഒരു നംബ്നെസ്, ഒരു മരവിപ്പ് ഉണ്ടാവും, പരസ്തേഷ്യ എന്ന് പറയുന്ന ഒരു കണ്ടീഷൻ ഉണ്ടാവും. പിന്നെ അതുപോലെ തന്നെ സൈക്കോസിസ്, ഭയങ്കരമായിട്ടുള്ള ടോക്സിക് സൈക്കോസിസ് കണ്ടീഷനും ഉണ്ടാവും. ബ്ലഡ് വെസൽസിലെ ഫംഗ്ഷൻ എടുക്കുകയാണെങ്കിൽ ബ്ലഡ് വെസൽ കോൺസ്ട്രിക്ട് ചെയ്യുകയാണ് ചെയ്യുന്നത്. വെന്യൂൾസ് എന്ത് ചെയ്യും? ഡയലേറ്റ് ചെയ്യിപ്പിക്കും. ഗ്യാസ്ട്രോ ഇൻറ്റെസ്റ്റൈനൽ ട്രാക്റ്റിൽ എന്തൊക്കെയാണ്? വിശപ്പില്ലായ്മ ഉണ്ടാവും, നൗസിയ, വോമിറ്റിംഗ്. ഇനി കണ്ടിന്യൂസ് ആയിട്ട് യൂസ് ചെയ്യുമ്പോഴത്തേക്കും എന്ത് സംഭവിക്കും? മെയിലിന് ബ്രസ്റ്റ് ഫോർമേഷൻ ഉണ്ടാവും. ആ കണ്ടീഷനെ നമ്മൾ വിളിക്കുന്ന പേരാണ് ഗൈനക്കോമാസ്റ്റിയ എന്ന് പറയുന്നത്. ഇനി ഏതൊക്കെ കേസിലാണ് ഡിജിറ്റാലിസ് യൂസ് ചെയ്യുന്നത്? നമുക്കറിയാം, ബ്ലഡ് ഓക്സിജൻ സഫീഷ്യന്റ് ആയിട്ട് കിട്ടാതെ വരുമ്പോൾ ഹാർട്ട് ഫെയിലിയർ ഉണ്ടാവും അല്ലെ? ആ കേസിൽ കൺജസ്റ്റീവ് ഹാർട്ട് ഫെയിലിയറിൽ ഉപയോഗിക്കാം. പിന്നെ ഹൈപ്പർ ടെൻഷൻ വരുന്ന കേസിലും, അല്ലെങ്കിൽ ഹാർട്ടിന്റെ വാൾവ് ഉണ്ട് അല്ലെ, വാൾവ്സിൽ എന്തെങ്കിലും പ്രോബ്ലം വരുന്ന കേസിലും നമുക്ക് എന്ത് യൂസ് ചെയ്യാം? ഡിജിറ്റാലിസ് യൂസ് ചെയ്യാം. ഇനി ആർട്ടറിയൽ ഫിബ്രിലേഷൻ എന്ന് പറയുന്ന അരിതമിക് കണ്ടീഷൻ, ഫ്ലട്ടർ എന്ന് പറയുന്ന അരിതമിക് കണ്ടീഷൻ, അതുപോലെ തന്നെ പെരോക്സിസമൽ സുപ്രാവെൻട്രിക്കുലർ ടക്കിക്കാർഡിയ എന്ന് പറയുന്ന കണ്ടീഷനില്ല. പിന്നെ നമ്മുടെ ലെഫ്റ്റ് വെൻട്രിക്കിള്, നമുക്കറിയാമല്ലോ 2 ഏട്രിയവും 2 വെൻട്രിക്കിളും ആണുള്ളത്. അപ്പൊ അതിൽ ലെഫ്റ്റ് വെൻട്രിക്കിള് ഫെയിലിയർ ആവുന്ന കേസിലൊക്കെ നമ്മൾ കൊടുക്കുന്നത് ഡിജിറ്റാലിസ് അല്ലെങ്കിൽ കാർഡിയക് ഗ്ലൈക്കോസൈഡ്സ് ആണ്. ഏതൊക്കെ കേസിലാണ് ഇത് കോൺട്രാ ഇൻഡിക്കേറ്റഡ് എന്നും കൂടി മനസ്സിലാക്കണം. അപ്പൊ ഡിജിറ്റാലിസിന്റെ ടോക്സിസിറ്റി ഉണ്ടാവാൻ ചാൻസ് ഉണ്ട്. അതായത് ഈ ഡിജിറ്റാലിസ് എന്ന് പറഞ്ഞാല് നാരോ തെറാപ്യൂട്ടിക് ഇൻഡെക്സ് ഉള്ള ഡ്രഗ് ആണ്, വളരെ നാരോ ആയിട്ടുള്ള തെറാപ്യൂട്ടിക് ഇൻഡെക്സ് ആണ്. നാരോ തെറാപ്യൂട്ടിക് ഇൻഡെക്സ് വന്നാലുള്ള പ്രശ്നം എന്താണ്? നമുക്കറിയാം, ചെറിയൊരു ഡോസ് കൂട്ടിയാൽ തന്നെ ബ്ലഡിൽ ഭയങ്കരമായിട്ട് കോൺസെൻട്രേഷൻ കൂടിയിട്ട് ടോക്സിസിറ്റി വരും അല്ലെ? അപ്പം ഈ ഡിജിറ്റാലിസ് കൊടുക്കുന്നവരിൽ ഒരു ഇമ്പോർട്ടൻറ്റ് പോയിന്റ് ആണ്, എപ്പോഴും നമ്മൾ ഡോസ് ടൈട്രേറ്റ് ചെയ്യണം. ഒരു ഇൻഡിവിജ്വൽസിനനുസരിച്ച്, ഓരോ ആൾക്കാർക്ക് അനുസരിച്ച് നമ്മൾ ഡോസ് ടൈട്രേറ്റ് ചെയ്തതിന് ശേഷം മാത്രമേ കൊടുക്കാവുള്ളൂ, അല്ലെങ്കിൽ ഡിജിറ്റാലിസ് ടോക്സിസിറ്റി വരും. പിന്നെ ഉണ്ട് കാർഡിയോവാസ്കുലറിൽ റീസെന്റ് ആയിട്ട് മയോകാർഡിയൽ ഇൻഫാക്ഷൻ വന്ന പേഷ്യൻസിൽ കോൺട്രാ ഇൻഡിക്കേറ്റഡ് ആണ്. ഹാർട്ട് ബ്ലോക്ക് ഉള്ള പേഷ്യൻസിൽ കോൺട്രാ ഇൻഡിക്കേറ്റഡ് ആണ്. അർത്തിമിയ കണ്ടീഷനിൽ കോൺട്രാ ഇൻഡിക്കേറ്റഡ് ആണ്. അതുപോലെ കിഡ്നിക്ക് എന്തെങ്കിലും പ്രോബ്ലം ഉള്ള പേഷ്യൻസിന്, ലിവറിന് എന്തെങ്കിലും പ്രോബ്ലം ഉള്ള പേഷ്യൻസിന്. പിന്നെ ഒരു കാര്യമുണ്ട്, ഇലക്ട്രോലൈറ്റ് ഇംബാലൻസ് ഉണ്ടാക്കാറുണ്ട് ഇത്. അതായത് പൊട്ടാസ്യത്തിന്റെ കോൺസെൻട്രേഷൻ ഭയങ്കരമായിട്ട് കുറയ്ക്കും, എന്നിട്ട് കാൽഷ്യത്തിന്റെ കോൺസെൻട്രേഷൻ ഒക്കെ കുറയ്ക്കാൻ ചാൻസ് ഉണ്ട്. അപ്പൊ അങ്ങനെയുള്ള അപ്പം ഇലക്ട്രോലൈറ്റ് ഇംബാലൻസ് ഉണ്ടാവാനുള്ള ചാൻസ് ഉണ്ട്.
ഈ ഡിജിറ്റലൈസേഷൻ എന്ന് പറയുന്നത് എന്താണ്? അതായത് ഒരു പേഷ്യന്റിന് നമ്മൾ ഡിജിറ്റാലിസ് കൊടുക്കുമ്പോൾ ആ ഡിജിറ്റാലിസിന്റെ ആക്ഷൻ ആ പേഷ്യന്റിൽ കാണുന്നതിൽ നമ്മൾ വിളിക്കുന്ന പേരാണ് ഡിജിറ്റലൈസേഷൻ എന്ന് പറയുന്നത്. അപ്പം ഇവിടെ ശ്രദ്ധിക്കേണ്ട കാര്യം ഞാൻ നേരത്തെ പറഞ്ഞത്, അതായത് ഡിജിറ്റാലിസിന്റെ തെറാപ്യൂട്ടിക് ഇൻഡെക്സ് ഭയങ്കര ചെറുതാണ് അല്ലെ. അപ്പൊ എന്താണ്, ടോക്സിക് ഡോസിന് വളരെ അടുത്തായിരിക്കും അതിന്റെ തെറാപ്യൂട്ടിക് ഡോസ്. അതുകൊണ്ട് തന്നെ നന്നായിട്ട് ശ്രദ്ധിച്ചിട്ട് ഓരോ പേഷ്യന്റിനും ഇൻഡിവിജ്വലൈസ് ചെയ്തിട്ട് വേണം ഡിജിറ്റാലിസ് കൊടുക്കാനായിട്ട്. ഈ ഡിജിറ്റാലിസ് ടോക്സിസിറ്റി വരുമ്പോൾ എന്തൊക്കെ സൈൻസ് ആണ് ഉണ്ടാകുന്നതെന്ന് വെച്ചാല് നൗസിയ വരും, വോമിറ്റിംഗ് വരും, അതുപോലെ ബ്രാഡികാർഡിയ, ഹാർട്ട് റേറ്റ് ഭയങ്കരമായിട്ട് കുറയും അല്ലെ, 60 ബീറ്റ്സിൽ താഴെ അങ്ങ് ആയിപ്പോവും. ആ ഒരു അവസ്ഥയൊക്കെ വരാറുണ്ട് ഡിജിറ്റാലിസ് ടോക്സിസിറ്റിയിൽ. ഇനി ഡിജിറ്റലൈസേഷൻ നമ്മൾ ചെയ്യുന്നത് 3 വേസ് ആണ്. എമർജൻസി ആയിട്ട് ചെയ്യും, റാപ്പിഡ് ആയിട്ട്, സ്ലോ ആയിട്ടും ചെയ്യാറുണ്ട്. ഇങ്ങനെ 3 വയസ്സിലാണ് നമ്മൾ ഡിജിറ്റാലിസ് കൊടുക്കാറ് പേഷ്യൻസിന്. ഈ ഡിജിറ്റലൈസേഷന്റെ ഡോസ് എന്ന് പറയുന്നത് ഒരു ലോഡിംഗ് ഡോസ് ഉണ്ടാവും ആദ്യം. അത് ഓറലി ആണ് നമ്മൾ കൊടുക്കുന്നതെങ്കിൽ 0.75 തൊട്ട് 1.25 മില്ലിഗ്രാം ആണ്. ഇനി IV റൂട്ടാണ് നിങ്ങൾ പ്രിഫർ ചെയ്യുന്നത് കൊടുക്കുന്നതെങ്കിൽ 0.5 to 1 mg ആണ് കൊടുക്കുന്നത്. മെയിൻ്റനൻസ് ഡോസ് ആയിട്ട് കൊടുക്കുന്നത് ഓറൽ ആണെങ്കിൽ 0.125 തൊട്ട് 0.5 mg വരെ, IV ആണെങ്കിൽ 0.25 mg ആണ്. അപ്പൊ അത്രയുമാണ് നമ്മുടെ കൺജസ്റ്റീവ് ഹാർട്ട് ഫെയിലിയറിന് യൂസ് ചെയ്യുന്ന ഡ്രഗ്സ്. അതിൽ മെയിൻ ആയിട്ട് പഠിക്കാനുള്ളത് നമ്മുടെ ഡിജിറ്റാലിസ്, കാർഡിയക് ഗ്ലൈക്കോസൈഡ്സ് ആണ്. ബാക്കി എല്ലാത്തിന്റെയും ഗ്രൂപ്പ് സിമ്പത്തറ്റിക് ഡ്രഗ്സും അതുപോലെ ആ ഗ്രൂപ്പൊക്കെ നമ്മൾ ഓൾറെഡി കോളിനർജിക് സിസ്റ്റത്തിലും ഓട്ടോണോമിക് നെർവസ് സിസ്റ്റത്തിൽ കണ്ടതാണ്. ഇനി അടുത്ത ഗ്രൂപ്പ് ഓഫ് ഡ്രഗ്സ് കാർഡിയോവാസ്കുലർ സിസ്റ്റത്തിൽ ആക്ട് ചെയ്യുന്നതാണ് ആന്റി ഹൈപ്പർടെൻസീവ് ഡ്രഗ്സ് എന്ന് പറയുന്നത്. അപ്പൊ ആദ്യം നമ്മൾ അറിഞ്ഞിരിക്കേണ്ടത് എന്താണ് ഹൈപ്പർ ടെൻഷൻ. നമുക്കറിയാം പെർസിസ്റ്റന്റ് ആയിട്ട് ബ്ലഡ് പ്രഷർ കൂടുന്ന ഒരവസ്ഥയാണ് നമ്മൾ നോർമലി പെർസിസ്റ്റന്റ് ആയിട്ട് അല്ലെ. ഇപ്പം ഓരോ നോർമൽ ഏജിനും സെക്സിനും ഒരു പെർട്ടിക്കുലർ ലെവൽ ഉണ്ടാവും. അപ്പൊ അതിനപ്പുറത്തേക്ക് ബ്ലഡ് പ്രഷർ കൂടി കഴിഞ്ഞാൽ ആ അവസ്ഥയെ നമ്മൾ ഹൈപ്പർ ടെൻഷൻ എന്ന് വിളിക്കും. ശരിക്കും സിസ്റ്റോളിക്കിന്റെ ഒരു നോർമൽ റേഞ്ച് എന്ന് പറയുന്നത് 100 to 140 mmHg ആണ്. നോർമൽ നമ്മൾ എടുക്കുവാണെങ്കിൽ 120 ആണ് നമ്മൾ പറയുന്നത്. ഡയസ്റ്റോളിക് ആണെങ്കിൽ 60 to 90 ആ പറയുന്നത്, അതായത് 75 plus or minus 50. നമ്മൾ 120/80 mm of Hg ആണ് സാധാരണ നോർമൽ എന്തെന്ന് പറയുന്നത് ബ്ലഡ് പ്രഷർ എന്ന് പറയുന്നത്. അപ്പൊ അതിൽ കുറച്ച് കൂടിയാൽ സ്റ്റേജ് 1, സ്റ്റേജ് 2, സ്റ്റേജ് 3 എന്നൊക്കെ പറഞ്ഞ് നമ്മൾ ക്ലാസിഫൈ ചെയ്തിട്ട് ഹൈപ്പർ ടെൻഷൻ എന്ന് പറഞ്ഞ് അതിലേക്ക് ഇടും. അപ്പം ജസ്റ്റ് ഒന്ന് അറിയാനായിട്ട്, ഈ ബ്ലഡ് പ്രഷർ കൺട്രോൾ ചെയ്യാനായിട്ട് നമ്മുടെ ബോഡിയിൽ അനാറ്റമിക്കലി ഉള്ള സെന്റേഴ്സ് ആണ്. ഒന്നെന്ന് പറയുന്നത് ആർട്ടീരിയോൾസ് ഉണ്ട് അല്ലെ, റെസിസ്റ്റന്റ് ആയിട്ടുള്ള ആർട്ടീരിയോൾസ് ഉണ്ട്. പിന്നെ വെന്യൂൾസ്, കപ്പാസിറ്റി വെന്യൂൾസ് ഉണ്ട്. പിന്നെ നമ്മുടെ ഹാർട്ട് അതിന്റെ ഹാർട്ടിന്റെ പമ്പ് ഔട്ട്പുട്ടിന് ഒരു റോൾ ഉണ്ട്. പിന്നെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കിഡ്നീസ് ആണ്. നമുക്കറിയാം റെനിൻ, ആൻജിയോടെൻസിൻ, ആൽഡോസ്റ്റിറോൺ ഉണ്ടാകുമ്പോൾ എന്ത് സംഭവിക്കും, അത് BP കൂട്ടും. അതുപോലെ CNS സിന്തറ്റിക് നെർവ്സ് എന്താ ചെയ്യുന്നത്, സിമ്പത്തറ്റിക് നെർവസ് സിസ്റ്റത്തിന്റെ പ്രത്യേകത എന്താണ്, ബ്ലഡ് പ്രഷർ അവർ കൂട്ടും അല്ലെ. നമ്മൾ പറഞ്ഞായിരുന്നു ഫൈറ്റ് ആൻഡ് ഫ്ലൈറ്റ് റെസ്പോൺസ് ആണ്. അപ്പം BP കൂട്ടുകയാണ് ചെയ്യുന്നത്. ഇതൊക്കെയാണ് CNS-ഉം അല്ലാതെയും ഉള്ള ബ്ലഡ് പ്രഷർ കൺട്രോൾ ഏരിയാസിന്റെ ബോഡി എന്ന് പറയുന്നത്. ഇനി ബാരോ റിസപ്റ്റർ റിഫ്ലെക്സ് എന്ന് പറയുന്ന ഒരു മെക്കാനിസം ഉണ്ട്, ആക്ട് ചെയ്യുന്നുണ്ട്. അതായത് എന്താണ് ഇവിടെ സംഭവിക്കുന്നതെന്ന് വെച്ചാൽ നമ്മുടെ കരോട്ടിഡ് സൈനസ് എന്ന് പറയുന്ന റീജിയനില് ബാരോ റിസപ്റ്റേഴ്സ് ഉണ്ട്. ഈ ബാരോ റിസപ്റ്റേഴ്സ് നമ്മൾ എന്ത് ചെയ്യാണ് ചെയ്യുന്നത്, ന്യൂക്ലിയസ് ഓഫ്, അത് കൂടാതെ ന്യൂക്ലിയസ് ഓഫ് ട്രാക്ടസ് സോളിട്രസ് എന്ന് പറയുന്ന റീജിയൻ ഉണ്ട്, വാസോമോട്ടർ സെന്റർ ഉണ്ട്, ഓട്ടോണോമിക് ഗ്ലാൻഗ്ലിയ, സിമ്പത്തറ്റിക് നെർവ് എൻഡിങ്സ്, പിന്നെന്താണ് ആൽഫ ബീറ്റ റിസപ്റ്റേഴ്സ് അല്ലെ. ഈ റിസപ്റ്റേഴ്സ് എല്ലാം എന്താണ് ആർട്ടീരിയൽ ബ്ലഡ് പ്രഷർ കൂട്ടുകയാണ് ചെയ്യുന്നത്. അപ്പൊ ബാരോ റിസപ്റ്റേഴ്സിൽ ആക്ടിവേഷൻ വരുമ്പോഴത്തേക്ക് എന്ത് സംഭവിക്കും, ഹൈപ്പർ ടെൻഷൻ ഉണ്ടാവുകയാണ് ചെയ്യുന്നത് അല്ലെ. ആൽഫ ബീറ്റ റിസപ്റ്റേഴ്സ് ആക്ടിവേറ്റഡ് ആകും. അങ്ങനെ സിമ്പത്തറ്റിക് നെർവസ് സിസ്റ്റം ആക്ടിവേറ്റഡ് ആയിട്ട് എന്ത് സംഭവിക്കും, BP കൂടുകയാണ് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ നമ്മൾ ബീറ്റ ബ്ലോക്കേഴ്സ് ഒക്കെ കൊടുക്കാറുണ്ട് അല്ലെ BPയുടെ കേസിൽ, ഹൈപ്പർ ടെൻഷനിൽ. നോക്കാം നമുക്ക് ഡ്രഗ്സ്. അപ്പൊ അതിനു മുമ്പ് ഹൈപ്പർ ടെൻഷന് പ്രൈമറി ഹൈപ്പർ ടെൻഷൻ ഉണ്ട്. ഏകദേശം 95% ആളുകൾക്കും പ്രൈമറി ഹൈപ്പർ ടെൻഷൻ ആണുള്ളത്. അതിനെ നമ്മൾ എസെൻഷ്യൽ ഹൈപ്പർ ടെൻഷൻ എന്ന് പറയും. എന്തുകൊണ്ടാണ് അത് ഉണ്ടാകുന്നത് നമുക്ക് പറയാൻ പറ്റില്ല, ഇഡിയോപ്പതിക് ആയിട്ടുള്ള കേസാണ്. പിന്നെ സെക്കൻഡറി ആയിട്ട് ഹൈപ്പർ ടെൻഷൻ വരും. അതായത് ഒരു 5 തൊട്ട് 10% വരെയുള്ള പേഷ്യൻസിൽ
അവർക്ക് എന്തെങ്കിലും കിഡ്നി ഡിസീസ് ഉണ്ടെങ്കിൽ, അല്ലെങ്കിൽ കോൺസ് ഡിസീസ്, അല്ലെങ്കിൽ അക്രോമെഗലി എന്നൊക്കെ പറഞ്ഞ എൻഡോക്രൈൻ ഡിസോർഡർ ആണ് ഫിയോക്രോമോസൈറ്റോമ. അഡ്രീനൽ ഗ്ലാൻഡിന് ഒരുപാട് അഡ്രീനൽ ഹോർമോൺസ് ഒക്കെ സെക്രീറ്റ് ചെയ്യുന്ന അവസ്ഥ. പിന്നെ കുഷ്യൻ സിൻഡ്രം എന്ന് പറയുന്ന കേസ്. പിന്നെന്താണ് റീനൽ ആർട്ടറിയോസ്റ്റീനോസിസും അതുപോലെ അയോർട്ട കൊയേഴ്സ് ചെയ്യുന്ന കണ്ടീഷനിൽ. ഇനി സിംബത്തോമിമിറ്റിക്സ് എന്ന കൈഡീസും കോൺട്രാസെപ്റ്റീവ്സ് ഒക്കെ എടുക്കുന്നവരിൽ, സ്റ്റിറോയിഡ്സും ഒക്കെ എടുക്കുന്നവരിൽ സെക്കൻഡറി ആയിട്ട് ബ്ലഡ് പ്രഷർ കൂടാറുണ്ട്. പിന്നെ ഏജ് കൂടുമ്പോഴത്തേക്കും ഹെറിഡിറ്ററി ആയിട്ട് ചിലർക്ക് ഹൈപ്പർ ടെൻഷൻ ഉണ്ടാവാറുണ്ട്. ആൻസൈറ്റീവ് ആയിട്ട് അസോസിയേറ്റ് ചെയ്ത് വരാറുണ്ട് ഹൈപ്പർ ടെൻഷൻ. ഇനി അതുപോലെ തന്നെ ഒബീസിറ്റി ഉണ്ടെങ്കിൽ, നമ്മൾ എക്സസൈസ് ഒന്നും പ്രോപ്പർ ആയിട്ട് ചെയ്യുന്നില്ലെങ്കിൽ, ആൽക്കഹോൾ ഒരുപാട് എടുക്കുകയാണെങ്കിൽ, പിന്നെ നമ്മുടെ ഡയറ്റിൽ, നമ്മുടെ ഫുഡിൽ നമ്മൾ ഉപ്പ് നന്നായിട്ട് യൂസ് ചെയ്യുകയാണെങ്കിലൊക്കെ എന്ത് സംഭവിക്കുന്നതൊക്കെ റിസ്ക് ഫാക്ടറാണ് ഡയബറ്റീസ് ഉണ്ടാവാനായിട്ട്. പിന്നെ ഉണ്ട് ചില പേഷ്യന്റ് ഗ്രൂപ്പ്സ്, ചില റേസിന്, ചിലപ്പോ വയസ്സായവരില്, ഡയബറ്റീസ് ഉള്ളവരില്, കിഡ്നിക്ക് എന്തെങ്കിലും പ്രോബ്ലം ഉള്ളവരില്, സ്ട്രോക്ക് വന്നവരില്, പ്രഗ്നൻസി ഉള്ള എക്ലാംസിയ എന്ന് പറയുന്ന കണ്ടീഷൻ ഉണ്ടാവും, പ്രഗ്നൻസി ആയിട്ടിരിക്കുന്നവരില്, എന്തെങ്കിലും ഹോർമോൺ റീപ്ലേസ്മെന്റ് തെറാപ്പി എടുത്തിട്ടുള്ളവരില്, ഓറൽ കോൺട്രാസെപ്റ്റീവ്സ് എടുക്കുന്നവരിലൊക്കെ വരുന്നതായിട്ട് കണ്ടിട്ടുണ്ട് ഹൈപ്പർ ടെൻഷൻ. ഹൈപ്പർ ടെൻഷൻ മാനേജ് ചെയ്യാനായിട്ട് നമുക്ക് നോൺ ഫാർമക്കോളജിക്കൽ അപ്രോച്ച് ഉണ്ട്. അതിൽ നമുക്ക് എന്താ ചെയ്യാൻ പറ്റുന്നതെന്ന് വെച്ചാൽ, ഒബീസ് ആയിട്ടുള്ള പേഷ്യൻസിൽ, കുറച്ച് വണ്ണമുള്ള പേഷ്യൻസിൽ വെയിറ്റ് റിഡക്ഷൻ നന്നായിട്ട് ചെയ്യുക. അവരുടെ ഒരു 2.5 to 1.5 mmHg per kilogram വെയിറ്റ് ലോസിങ്ങിലും ചെയ്യുക. പിന്നെ സോൾട്ട്, ഉപ്പ് എപ്പോഴും ഇൻടേക്ക് ചെയ്യുന്ന വളരെ കുറച്ച്, 6 gram അതിൽ കൂടുതലാവാതിരിക്കുക. പിന്നെ നമ്മുടെ ഫുഡിലുണ്ടല്ലോ, നമ്മൾ കഴിക്കുന്ന ഭക്ഷണത്തിൽ കൂടുതലും പയറുവർഗ്ഗങ്ങൾ, ഫ്രഷ് ഫ്രൂട്ട്സ്, വെജിറ്റബിൾസ്, ധാന്യങ്ങൾ, ഇതൊക്കെ ഇൻക്ലൂഡ് ചെയ്യുക. പിന്നെ റെഗുലർ ആയിട്ട് എക്സസൈസ് ചെയ്യുക. ആൽക്കഹോൾ ഉപയോഗിക്കുന്നവരാണെങ്കിൽ ഒരു കൺട്രോളിൽ ഉപയോഗിക്കുക. പിന്നെ കാർഡിയോവാസ്കുലർ ഡിസോർഡേഴ്സ് ഒക്കെ അല്ലെങ്കിൽ റിസ്ക് ഉള്ളവരിൽ ചെയ്യാൻ പറ്റുന്ന കാര്യം എന്ന് പറഞ്ഞാൽ സ്മോക്കിംഗ് ഒഴിവാക്കുക. ഇനി ഫാർമക്കോളജിക്കൽ അപ്രോച്ചിൽ നമുക്ക് ക്ലാസിഫിക്കേഷൻ നോക്കാം. ക്ലാസിഫിക്കേഷനിൽ ഫസ്റ്റ് ഗ്രൂപ്പ് ഡയൂററ്റിക്സ് നമ്മൾ കൊടുക്കും. അപ്പം ഇതിൽ നമ്മൾ ഡയൂററ്റിക്സ് എന്ന ചാപ്റ്ററും കൂടി നമ്മൾ അതിനകത്ത് വരുന്നുണ്ട്, നമ്മൾ അതും കൂടി പഠിക്കും. അപ്പൊ ഡയൂററ്റിക്സിൽ കാർബോണിക് അൺഹൈഡ്രേസ് ഇൻഹിബിറ്റേഴ്സ് ഉണ്ട്. അതിന്റെ എക്സാമ്പിൾ ആണ് അസറ്റസോളമൈഡ്. ലൂപ്പ് ഡയൂററ്റിക്സ് ആയിട്ട് കൊടുക്കുന്നതാണ് ഫ്യൂറോസമൈഡും അതുപോലെ എത്തക്രിനിക് ആസിഡും മെർക്യുറാൽസും. തയസൈഡ് ഡയൂററ്റിക്കിൽ വരുന്നതാണ് ഹൈഡ്രോക്ലോർ തയസൈഡ്. പൊട്ടാസ്യം സ്പാരിങ്ങിന്റെ എക്സാമ്പിൾ ആണ് അമിലോറൈഡ്, ട്രയാംറ്ററിൻ, സ്പൈർനോലാക്ടോൺ. ഓസ്മോട്ടിക് ഡയൂററ്റിക്കിൽ വരുന്നതാണ് മാനിറ്റോൾ. ഈ സെക്കൻഡ് ഗ്രൂപ്പ് നമ്മൾ ഉപയോഗിക്കുന്നത് സിമ്പത്തോലൈറ്റിക് ഡ്രഗ്സ് ആണ്. നമുക്കറിയാം സിമ്പത്തറ്റിക് സിസ്റ്റത്തിന് ഒരു ഇമ്പോർട്ടന്റ് റോൾ ഉണ്ട് അല്ലെ, ബ്ലഡ് പ്രഷർ ഇൻക്രീസ് ചെയ്യാനായിട്ട്. ഇപ്പൊ സെൻട്രലി ആക്ടിങ് സിമ്പത്തോലൈറ്റിക് മീഥൈൽ ഡോപ്പ, ക്ലോണിഡിൻ ഉപയോഗിക്കാറുണ്ട്. ബീറ്റ ബ്ലോക്കേഴ്സ് ആയിട്ടുള്ള അറ്റിനലോൾ, മെറ്റോപ്രലോൾ, പ്രൊപ്രാനലോൾ. ആൽഫ ബ്ലോക്കേഴ്സ് ആയിട്ടുള്ള പ്രാസോസിൻ, പെന്റോളാമീൻ. പിന്നെ അഡ്രിനർജിക് ന്യൂറോൺ ബ്ലോക്കേഴ്സ് ആയിട്ടുള്ള ഗ്വാനിറ്റിഡിൻ, റിസർപ്പിൻ. അടുത്ത ഗ്രൂപ്പ് വാസോ ഡയലേറ്റേഴ്സ് ആണ്, ഡയറക്റ്റ് വാസോ ഡയലേറ്റേഴ്സ്. അത് ആർട്ടീരിയൽ ഡയലേറ്റേഴ്സും ഉണ്ട്, അതുപോലെ തന്നെ നോൺ സെലക്ടീവ് വാസോ ഡയലേറ്റേഴ്സും ഉണ്ട്. ആർട്ടീരിയൽ ഡയലേറ്റേഴ്സിന്റെ എക്സാമ്പിൾ ആണ് ഡയസോക്സൈഡ്, ഹൈഡ്രലസീൻ, മിനോക്സിഡിൽ, പ്രാസോസിൻ. വാസോ ഡയലേറ്റർ നോൺ സെലക്റ്റീവ് ആണ്, നൈട്രോക്ലോസൈഡും അതുപോലെ തന്നെ പ്രാസോസിനും അതിലും വരുന്നുണ്ട്. പിന്നെ ഒരു ഗ്രൂപ്പ് ഓഫ് ഡ്രഗ്സ് ഫോർ ഹൈപ്പർ ടെൻഷൻ ആണ് കാൽഷ്യം ചാനൽ ബ്ലോക്കേഴ്സ്. അതിൽ വരുന്നത് നിഫിഡിപ്പിൻ, വെരാപാമിൽ, ദിൽറ്റിയാസം. പിന്നെ ഒരു ഗ്രൂപ്പ് ഉണ്ട് ആൻജിയോടെൻസിൻ കൺവേർട്ടിംഗ് എൻസൈം ഇൻഹിബിറ്റേഴ്സ്, ACE ഇൻഹിബിറ്റേഴ്സ് എന്ന് പറയുന്ന ഒരു ഗ്രൂപ്പ് ഉണ്ട്. അതിൽ വരുന്നതാണ് കാപ്റ്റോപ്രിൽ, എനലാപ്രിൽ, ലിസ്നോപ്രിൽ, ലാമിപ്രിൽ. അപ്പൊ ഇത്രയുമാണ് ഗ്രൂപ്പ്സ്. നമ്മളൊന്ന് നോക്കുകയാണെങ്കിൽ ഓരോ ഡ്രഗ്സ് ആക്ട് ചെയ്യുന്ന റീജിയൻ നമുക്ക് കാണാം. വാസോമോട്ടർ റീജിയനിൽ ആക്ട് ചെയ്യുന്നതാണ് മീഥൈൽ ഡോപ്പ, ക്ലോണിഡിൻ, അതുപോലെ ഗോബെൻസിൻ, ഗോഫെൻസിൻ ഒക്കെ. സിമ്പത്തറ്റിക് നെർവ് ടെർമിനൽസിൽ ആക്ട് ചെയ്യുന്നതാണ് ഗ്വാനിറ്റിഡിൻ, റിസർപ്പിൻ, ഗ്വാനഡറിലൊക്കെ. ഇനി സിമ്പത്തറ്റിക് ഗാംഗ്ലിയയിൽ ആക്ട് ചെയ്യുന്നതാണ് ട്രൈമെറ്റാസിൻ. ബീറ്റ റിസപ്റ്റേഴ്സ് ഓഫ് ഹാർട്ടിൽ പ്രൊപ്രാനലോളും പിന്നെ ബീറ്റ ബ്ലോക്കേഴ്സും. ആൽഫ റിസപ്റ്റേഴ്സിൽ പ്രാസോസിൻ, ആൽഫ 1 ബ്ലോക്കേഴ്സ്. വാസ്കുലർ സ്മൂത്ത് മസിൽ ആക്ട് ചെയ്യുന്നതാണ് നമ്മുടെ ഹൈഡ്രലസീൻ, മിനോക്സിഡിൽ, നൈട്രോക്ലോസൈഡ്, ഡയസോക്സൈഡ് ഒക്കെ. അതുപോലെ തന്നെ നമ്മുടെ കാൽഷ്യം ചാനൽ ബ്ലോക്കേഴ്സ് ആയിട്ടുള്ള വെരാപാമിൽ, പിന്നെ അതുപോലെ നമ്മുടെ ഫിനോലോഡോപ്പം, ഇതൊക്കെ. ബീറ്റ ബ്ലോക്ക് റിസപ്റ്റേഴ്സ് ഓഫ്
JG, അതായത് ജസ്റ്റാഗ്ലോമറുലർ സെൽസ് ഉണ്ട് അല്ലെ. നമുക്കറിയാം കിഡ്നിയിലെ ജസ്റ്റാഗ്ലോമറുലർ സെൽസിന്റെ ഫംഗ്ഷൻ എന്തായിരുന്നു? റെനിൻ സെക്രീറ്റ് ചെയ്യുന്നത് അല്ലെ. അപ്പൊ അവിടെ ആക്ട് ചെയ്യുന്ന ഏജൻസ് പ്രൊപ്രാനോളും അതർ ബീറ്റ ബ്ലോക്കേഴ്സും, കിഡ്നി ട്യൂബ്യൂൾസിൽ ആക്ട് ചെയ്യുന്ന നമ്മുടെ തൈസൈഡ് ഡയൂററ്റിക്സ് ഒക്കെ, പിന്നെ ആൻജിയോടെൻസിൻ 2 എന്ന് പറയുന്നത് നമുക്കറിയാം ആൻജിയോടെൻസിൻ 1 ആയിട്ട് റെനിന്റെ പ്രസൻസിൽ ആൻജിയോടെൻസിനോജൻ അല്ലെ, സോറി ആൻജിയോടെൻസിനോജൻ റെനിന്റെ പ്രസൻസിൽ ആൻജിയോടെൻസിൻ 1 ആയിട്ട് പിന്നീട് ആൻജിയോടെൻസിൻ 2 ആയിട്ട് മാറിയിട്ട് അതും BP കൂട്ടും. അപ്പോൾ അവിടെ ആക്ട് ചെയ്യുന്ന ഏജൻസ് ആണ് നമ്മൾ 1, 2 ആവുന്നതിനെ പ്രിവെന്റ് ചെയ്യുന്ന ഏജൻസ് ആണ് ആൻജിയോടെൻസിൻ കൺവേർട്ടിംഗ് എൻസൈം ക്യാപ്റ്റോപ്രിലും അതർ ACE ഇൻഹിബിറ്റേഴ്സ് എല്ലാം തന്നെ. അപ്പൊ നമ്മൾ ആദ്യത്തെ ഡ്രഗ് ഹൈപ്പർ ടെൻഷന്റെ നോക്കുകയാണെങ്കിൽ മീഥൈൽ ഡോപ്പ, മൈൽഡ് ടു മോഡറേറ്റ് ഹൈപ്പർ ടെൻഷന്റെ കേസിലാണ് നമ്മൾ ഉപയോഗിക്കുന്നത്. ഇത് BP റെഡ്യൂസ് ചെയ്തിട്ട് പെരിഫറൽ വാസ്കുലർ റെസിസ്റ്റൻസ് റെഡ്യൂസ് ചെയ്യാണ് ചെയ്യുന്നത്. നോറഡ്രിനാലിൻ സിന്തസിസും റിലീസ് ചെയ്യും, ഇൻഹിബിറ്റ് ചെയ്യും. നമുക്കറിയാം ഡോപ്പ എന്ന് ഡോപ്പമീൻ ഉണ്ടാവുന്നത് ഡോപ്പ കാർബോക്സിലേറ്റിന്റെ പ്രസൻസിലാണ്. ആൽഫ മീഥൈൽ ഡോപ്പയിൽ നിന്നും മീഥൈൽ ഡോപ്പമീനും ആൽഫ മീഥൈൽ നോറഡ്രിനാലിനുമാണ് ഉണ്ടാവുന്നത്. അപ്പൊ എന്താണ്, ഈ ഡോപ്പയ്ക്ക് പകരം ആൽഫ മീഥൈൽ ഡോപ്പ കൊടുത്തു കഴിഞ്ഞാൽ അവിടെ ആൽഫ മീഥൈൽ നോറഡ്രിനാലിനാണ് ഉണ്ടാവുന്നത്. അപ്പൊ എന്തുണ്ടാവില്ല, ഡോപ്പമീൻ ഉണ്ടാവില്ല, അല്ലെങ്കിൽ നമ്മുടെ കാറ്റക്കോളാമീൻസ് ഉണ്ടാവില്ല. ആസ് എ റിസൾട്ട് BP കൂടില്ല. ഇത് വെസിക്കിൾസിന്റെ ഉള്ളിൽ ഇരിക്കും, എന്നിട്ട് നോറഡ്രിനാലിനെ പോലെ തന്നെയാണ് റിലീസിങ് നടക്കുന്നത്. മെക്കാനിസം ഓഫ് ആക്ഷൻ ആൽഫ ബീറ്റൽ ഡോപ്പയുടെ പറയുകയാണെങ്കിൽ അത് തന്നെയാണ്, ഒരു ഫോൾസ് ആയിട്ടുള്ള ന്യൂറോ ട്രാൻസ്മിറ്റർ ആണ് അല്ലെ ആൽഫ മീഥൈൽ നോറഡ്രിനാൽ എന്ന് പറയുന്നത്. അത് ആൽഫ അഡ്രിനോ റിസപ്റ്റേഴ്സുമായിട്ട്, അതായത് നമ്മുടെ ലോവർ ബ്രെയിൻ സ്റ്റെം ഒക്കെ ഉണ്ടല്ലോ ആ റീജിയനിലുള്ള ആൽഫ അഡ്രിനോ റിസപ്റ്റേഴ്സുമായിട്ട് ബൈൻഡ് ചെയ്യും, എന്നിട്ട് ന്യൂറോൺസിനെ ഇൻഹിബിറ്റ് ചെയ്യും. ട്രാക്ടസ് സോളിറ്റാരസ്, നമ്മുടെ വാഗസ് റീജിയനിലുള്ള ട്രാക്ടസ് സോളിറ്റാരസിന്റെ ന്യൂറോൺസിനൊക്കെ ഇൻഹിബിറ്റ് ചെയ്തിട്ട് പെരിഫറൽ ആയിട്ടുള്ള അതുപോലെ തന്നെ സെൻട്രൽ ആയിട്ടുള്ള സിമ്പത്തറ്റിക് ആക്ടിവിറ്റീസ് എല്ലാം കുറച്ച് BP കുറയ്ക്കുകയാണ് ചെയ്യുന്നത്. അത് മാത്രമല്ല ഡീകാർബോക്സിലേഷൻ ഓഫ് ഡോപ്പൈൻ സെറട്ടോണിനും ഇൻഹിബിറ്റ് ചെയ്തിട്ട് സിമ്പത്തറ്റിക് ടോൺ നന്നായിട്ട് ഡിക്രീസ് ചെയ്യും, കുറയ്ക്കും. പിന്നെയും ഉണ്ട് റെനിന്റെ ആക്ടിവിറ്റി കുറയ്ക്കും, എന്നിട്ട് ആൻജിയോടെൻസിൻ 1 ആൻജിയോടെൻസിൻ 2 ആയി മാറുന്നതിനെ കുറച്ചിട്ട് BP കുറയ്ക്കുകയാണ് ചെയ്യുന്നത്. ഇതാണ് മെക്കാനിസം ഓഫ് ആക്ഷൻ ഓഫ് ആൽഫ മീഥൈൽ ഡോപ്പ എന്ന് പറയുന്നത്. കൈനറ്റിക്സിന്റെ കേസ് നമ്മൾ പറയുകയാണെങ്കിൽ GIT നന്നായിട്ട് അബ്സോർബ്ഡ് ആണ്. 1.5 hours ആണ് ഹാഫ് ലൈഫ് പറയുന്നത്. 4 to 6 hours വരെ അതിന്റെ ആന്റി ഹൈപ്പർടെൻസീവ് എഫക്റ്റ് നിൽക്കും. നമ്മൾ ട്വൈസ് ഡെയിലി ആണ് കൊടുക്കുന്നത്. ഡോസ് 1 to 2 grams ആണ്. ഏതൊക്കെ കേസിൽ കൊടുക്കാന്ന് വെച്ചാൽ മോഡറേറ്റ് ടു സിവിയർ ഹൈപ്പർ ടെൻഷനിൽ കൊടുക്കാം, ഹൈപ്പർടെൻസീവ് ക്രൈസിസ് വരുന്ന കണ്ടീഷനിൽ കൊടുക്കാം, അതുപോലെ ഫിയോക്രോമോസൈറ്റോമയുടെ കണ്ടീഷനിൽ, മാലിഗ്നൻ കാർസിനോയിഡ്, ഈ കണ്ടീഷൻസിലൊക്കെ നമുക്ക് ആൽഫ മീഥൈൽ ഡോപ്പ കൊടുക്കാൻ പറ്റും. ADR ഉണ്ട്, സെഡേഷനും അതുപോലെ വെർട്ടിക്കോ ലാറ്റിറ്റ്യൂഡ് ഒക്കെ അങ്ങനെയുള്ള മെന്റൽ സിംറ്റംസ് ഉണ്ട്, ഇലക്ട്രോലൈറ്റ് ബാലൻസ് പ്രശ്നം വരും, അതുപോലെ പ്ലേറ്റ്ലെറ്റ്സിന്റെ അളവ് ഭയങ്കരമായിട്ട് കുറയും, ഹെഡേക്ക് ഉണ്ടാവും, ഡിപ്രഷൻ ഉണ്ടാവും, ലാക്ടേഷന് പ്രോബ്ലം വരും, മൗത്ത് ഡ്രൈ ആവും, എഡിമ ഉണ്ടാവും, പോസ്റ്റുറൽ ഹൈപ്പോടെൻഷൻ ഉണ്ടാവാൻ ചാൻസ് ഉണ്ട്, അലർജിക് റിയാക്ഷൻസ് ഒക്കെ ഉണ്ടാവാനായിട്ട് ചാൻസ് ഉണ്ട്. യുണീക്ക് ആയിട്ട് ആൽഫമീഥൈൽ ഡോപ്പയ്ക്കുള്ള സൈഡ് എഫക്ട് എന്ന് പറയുന്നത് ഒന്ന് സ്കിന്നിൽ ഫ്ലഷിങ്, ബ്ലഡ് സപ്ലൈ ഭയങ്കരമായിട്ട് കൂടും. പിന്നെന്താണ്, ഇജാക്കുലേഷൻ മെയിലിന്റെ കേസിൽ ഫെയിലിയർ ആവും, ഡിപ്രഷൻ ഉണ്ടാവാൻ ചാൻസ് ഉണ്ട്, ഹീമോലൈറ്റിക് അനീമിയ ഉണ്ടാവാൻ ചാൻസ് ഉണ്ട്. പിന്നെ ഗ്രാനുലോസൈറ്റോപീനിയ, ഗ്രാനുലോസൈറ്റ്സിന്റെ അളവ് ഭയങ്കരമായിട്ട് ബ്ലഡിൽ കുറയും. ഇത് കൂടാതെ ലിവറിൽ ഡിസ്റ്റർബൻസ് ഉണ്ടാവുകയും ചെയ്യും. അടുത്തത് ക്ലോണിഡിൻ ആണ്. ക്ലോണിഡിന്റെ പ്രത്യേകത സെൻട്രലി ആക്ടിങ് സിമ്പത്തോലൈറ്റിക് ഏജന്റ് ആണ് അല്ലെ. ആൽഫ 2 അഡിനോ റിസപ്റ്റർ അഗോണിസ്റ്റ് ആണ്. ഇതെന്ത് ചെയ്യുന്നത്, സെൻട്രൽ സിമ്പത്തറ്റിക് ആക്ടിവിറ്റിയെ ഇൻഹിബിറ്റ് ചെയ്യുകയാണ് ചെയ്യുന്നത്. ആൽഫ 2 റിസപ്റ്റേഴ്സ് നമ്മുടെ ബ്രെയിൻ സ്റ്റെമ്മിലുള്ള ആൽഫ 2 റിസപ്റ്റേഴ്സുമായിട്ട് ബൈൻഡ് ചെയ്യും, എന്നിട്ട് നോറഡ്രിനാലിന്റെ റിലീസിനെ ഇൻഹിബിറ്റ് ചെയ്യുകയാണ് ചെയ്യുന്നത്. എന്നിട്ട് എന്താണ് ചെയ്യുന്നത്, സിമ്പത്തറ്റിക് ആക്ടിവിറ്റിയെ കുറച്ചിട്ട് കാർഡിയക് ഔട്ട്പുട്ട് കുറച്ച് നമ്മുടെ ഹാർട്ട് റേറ്റ് കുറച്ചിട്ട് ബ്ലഡ് വെസൽസിനെ റിലാക്സ് ചെയ്യിപ്പിച്ച് ഫൈനലി BP റെഡ്യൂസ് ചെയ്യാണ് ചെയ്യുന്നത്, ബ്ലഡ് പ്രഷർ റെഡ്യൂസ് ചെയ്യാണ് ചെയ്യുന്നത്. CNS ആക്ഷൻ എന്താണ്, സിമ്പത്തറ്റിക് ഔട്ട്ഫ്ലോ റെഡ്യൂസ് ചെയ്യാന്നുള്ളത്. CVS ഹാർട്ട് റേറ്റ് കുറയ്ക്കും, കാർഡിയക് ഔട്ട്പുട്ട് കുറയ്ക്കും, ബ്ലഡ് വെസൽസിൽ റെസിസ്റ്റൻസ് കുറയ്ക്കും, എന്നിട്ട് വെസൽസിന്റെ റിലാക്സേഷൻ ഇംപ്രൂവ് ചെയ്യും. യൂസ് ചെയ്യുന്നത് ഹൈപ്പർ ടെൻഷൻ കേസിൽ അതുപോലെ തന്നെ മൈഗ്രെയിന്റെ പ്രൊഫൈലാക്സിസിൽ ഉപയോഗിക്കാറുണ്ട്.
പ്രിവെന്റ് ചെയ്യാനായിട്ട് പ്രൊഫൈലാക്സിസിൽ ഉപയോഗിക്കാറുണ്ട്. ഫിയോക്രോമോസൈറ്റോമ കണ്ടുപിടിക്കാനായിട്ടൊക്കെ നമ്മൾ ക്ലോണിറ്റിൻ ഉപയോഗിക്കാറുണ്ട്. സെഡേഷൻ ഉണ്ടാവാറുണ്ട് IDR ആയിട്ട്, ഡ്രൈ മൗത്ത്, ഒരു ഡ്രൗസിനെസ്, അതുപോലെ തന്നെ ഹൈപ്പർ ടെൻഷൻ, നിർത്തിക്കഴിഞ്ഞാൽ പെട്ടെന്ന് വീണ്ടും ഹൈപ്പർ ടെൻഷൻ വരാനുള്ള ചാൻസ്, റീബൗണ്ട് ഹൈപ്പർ ടെൻഷൻ കണ്ടീഷൻ ഉണ്ടാവാറുണ്ട്. കൈനറ്റിക്സ് പറയുകയാണെങ്കിൽ 75% ആണ് ബയോബിലിറ്റി. ഒരു 8 തൊട്ട് 12 hours വരെയാണ് അതിന്റെ ഹാഫ് ലൈഫ് എന്ന് പറയുന്നത്. ഹാഫ് ഓഫ് ദ ഡ്രഗ് എക്സ്ക്രീറ്റ് ചെയ്യുന്നത് അൺചേഞ്ച്ഡ് ആയിട്ടാണ്. ഡോസ് നമ്മൾ യൂസ് ചെയ്യുന്നത് 0.2 to 1.2 mg/day ആണ് കോമൺ ആയിട്ട് യൂസ് ചെയ്യുന്നത്. പെട്ടെന്ന് വിഡ്രോ ചെയ്യുകയാണെങ്കിൽ ലൈഫ് ത്രെറ്റനിങ് ആയിട്ടുള്ള ക്രൈസിസ് ഉണ്ടാവും. ഞാൻ പറഞ്ഞു റീബൗണ്ട് ഹൈപ്പർ ടെൻഷൻ ഉണ്ടാവുന്നു. പേഷ്യന്റ് ഭയങ്കരമായിട്ട് നെർവസ്നെസ് കാണിക്കും, ടെൻഷൻ കാണിക്കും, ഭയങ്കരമായിട്ട് ഹാർട്ട് ബീറ്റ് കൂടും, നല്ല തലവേദന വരും, നന്നായി വിയർക്കാനായിട്ട് തുടങ്ങും പെട്ടെന്ന് 1-2 ഡോസ് സ്റ്റോപ്പ് ചെയ്താൽ. അപ്പൊ നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ പെട്ടെന്ന് ഡ്രഗ് നിർത്തുന്നത് ഒഴിവാക്കണം. നമ്മൾ ടേപ്പർ ചെയ്യുമെന്ന് പറയും അല്ലെ, അതായത് ഡോസ് കുറച്ച് കൊണ്ടുവന്നിട്ട് മാത്രമേ സ്റ്റോപ്പ് ചെയ്യാവുള്ളൂ. സഡൻ ആയിട്ടുള്ള വിഡ്രോവല് ഒഴിവാക്കണം. ഇനി അടുത്ത ഗ്രൂപ്പ് ഏതാണ് നമ്മൾ കണ്ടത്? കാൽഷ്യം ചാനൽ ബ്ലോക്കേഴ്സ് ആണ് അല്ലെ. കാൽഷ്യം നമുക്കറിയാം കാർഡിയക്, നമ്മുടെ ഹാർട്ടിന്റെ മസിൽസിന്റെ കോൺട്രാക്ഷൻ, അതുപോലെ സ്മൂത്ത് മസിലിന്റെ കോൺട്രാക്ഷൻ, അതുപോലെ തന്നെ കാർഡിയക് ഇമ്പൾസ് ഒന്ന് പ്രൊപ്പഗേറ്റ് ചെയ്യാൻ, ആക്ഷൻ പൊട്ടൻഷ്യൽ പ്രൊപ്പഗേറ്റ് ചെയ്യാനൊക്കെ കാൽഷ്യം വേണം അല്ലെ. ഈ കാൽഷ്യം ബ്ലോക്കേഴ്സിനെ നമ്മൾ ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട് ഡിഫറെന്റ് ക്ലാസ് ആയിട്ട്. അത് ഡൈഹൈഡ്രോപിരിഡിൻ ഫാമിലിയിൽ വരുന്നതാണ് നമ്മുടെ നിഫിഡിപ്പിൻ, നിക്കാർഡിപ്പിൻ, നിസോൾഡിപ്പിൻ, അമിലോഡിപ്പിൻ, ഇസ്രാഡിപ്പിൻ എന്നൊക്കെ പറയുന്നത്. പിന്നെ മിസലേനിയസിൽ വരുന്നതാണ് വെറാപാമിൽ, ഡിൽറ്റിയാസം, ബെപ്രിഡിലൊക്കെ. ഇനി നമ്മള് കാൽഷ്യം ചാനൽസിന്റെ ഫാർമക്കോകൈനറ്റിക്സ് നോക്കുകയാണെങ്കിൽ ഓറലി ആണ് അഡ്മിനിസ്ട്രേറ്റ് ചെയ്യുന്നത്. നന്നായിട്ട് പ്രോട്ടീൻ ബൗണ്ടഡ് ആണ്. ഫസ്റ്റ് പാസ് മെറ്റബോളിസം കൂടുതലാണ്. റീനലി ആണ് എക്സ്ക്രീറ്റ് ചെയ്യുന്നത്. കമ്മിങ് ടു മെക്കാനിസം ഓഫ് ആക്ഷൻ, എന്താണ് ചെയ്യുന്നത് കാൽഷ്യം ചാനൽ ബ്ലോക്കേഴ്സ്? വോൾട്ടേജ് ഡിപ്പെൻഡന്റ് ആയിട്ടുള്ള കാൽഷ്യം ചാനൽ ഉണ്ട്, എൽ ടൈപ്പ് ചാനൽസ് ഉണ്ട്. ആ ചാനൽസിൽ പോയി ബൈൻഡ് ചെയ്തിട്ട് ബ്ലോക്ക് ചെയ്യുകയാണ് ചെയ്യുന്നത്. റിസൾട്ടിന്റെ എഫക്ട് എന്താ സംഭവിക്കുന്നതെന്ന് വെച്ചാൽ സ്മൂത്ത് മസില് റിലാക്സ് ആവും, ഫോഴ്സ് ഓഫ് കോൺട്രാക്ഷൻ കുറയും, പിന്നെന്താണ് ഹാർട്ട് റേറ്റിൽ ഒരു ഇൻക്രീസ് ഉണ്ടാവും. അതാണ് മെക്കാനിസം ഓഫ് ആക്ഷൻ. എൽ ടൈപ്പ് ചാനൽസിനെ ബ്ലോക്ക് ചെയ്തിട്ട് കോൺട്രാക്ഷൻ ബ്ലോക്ക് ചെയ്യാണ് ചെയ്യുന്നത്. ഇത് തന്നെയാണ് മെക്കാനിസം പറഞ്ഞിരിക്കുന്നത്. കാൽഷ്യം ചാനൽസ് കാൽഷ്യം ഇൻട്രാസെല്ലുലാർ കാൽഷ്യം ലെവൽ കൂട്ടിയിട്ട് കോംപ്ലക്സ് ഉണ്ടാക്കും. മയോസിൻ കൈനേസ് ലൈറ്റ് ചെയിൻ ഒക്കെ ആയിട്ട് കമ്പൈൻ ചെയ്തിട്ട് കോൺട്രാക്ഷൻ ഉണ്ടാക്കുകയാണ് ചെയ്യുന്നത്. നമ്മുടെ കാൽഷ്യം ചാനൽ ബ്ലോക്കേഴ്സ് എന്താണ് ചെയ്യുന്നത്? ഈ ഒരു റീജിയനിൽ വന്നിട്ട് ബ്ലോക്ക് ചെയ്തിട്ട് thereby കോൺട്രാക്ഷൻ ഇൻഹിബിറ്റ് ചെയ്യുകയാണ് ചെയ്യുന്നത്. ATP CMBയുടെ പ്രസൻസിൽ മയോസിൻ ലൈറ്റ് കൈനേസ് ആയിട്ട് റിയാക്ട് ചെയ്തിട്ട് മയോസിൻ LCK ആയിട്ട് മാറും. അത് പിന്നെ റിലാക്സേഷൻ ഒക്കെ ഉണ്ടാക്കും. മയോസിൻ റിലാക്സേഷൻ ഉണ്ടാക്കും. അവിടെ ATPയുടെ ഈ ഒരു സ്റ്റെപ്പിനെ പൊട്ടൻഷിയേറ്റ് ചെയ്യുന്ന ഏജൻസ് ആണ് β2 അഗോണിസ്റ്റ് എന്ന് പറയുന്നത്. കാൽഷ്യം ചാനൽ ബ്ലോക്ക് ചെയ്യാണ് ചെയ്യുന്നതെന്ന് ഓർത്തുകൊള്ളുക. ആക്ഷന്റെ കേസ് പറയുകയാണെങ്കിൽ, ഫാർമക്കോളജിക്കൽ ആക്ഷന്റെ കേസ് പറയുകയാണെങ്കിൽ, നമ്മൾ കാർഡിയോവാസ്കുലർ സിസ്റ്റം എടുക്കുകയാണെങ്കിൽ നമ്മുടെ കൊറോണറി വെസൽസ് ഒക്കെ ഉണ്ടല്ലോ, ഹാർട്ടിലേക്ക് പോകുന്ന നമ്മുടെ എല്ലാ വെസൽസും, കൊറോണറി വെസൽസ് അതൊക്കെ ഡൈലേറ്റ് ചെയ്യുകയാണ് ചെയ്യുന്നത്. എന്നിട്ട് നമ്മുടെ ഹാർട്ടിലേക്കുള്ള ബ്ലഡ് ഫ്ലോ നന്നായിട്ട് ഇംപ്രൂവ് ചെയ്യും. പിന്നെ നെഗറ്റീവ് ക്രോണോട്രോപിക് എഫക്റ്റ് ആണുള്ളത്, അതായത് നമ്മുടെ ഹാർട്ട് റേറ്റ് കുറയ്ക്കുന്ന നന്നായിട്ട്. കാർഡിക് AV ബ്ലോക്ക് ഒക്കെ സ്ലോ ചെയ്യും. പിന്നെ ഫോഴ്സ് ഓഫ് കോൺട്രാക്ഷൻ കുറയ്ക്കും. ഇനോട്രോപിക് എഫക്റ്റ് ഉണ്ട്. വാസോ ഡയലേഷൻ, ടോട്ടൽ പെരിഫറൽ റെസിസ്റ്റൻസും കുറയ്ക്കുകയാണ് ചെയ്യുന്നത്. CVSൽ സ്മൂത്ത് മസിലില് ജനറൽ ആയിട്ട് റിലാക്സേഷൻ ആണ് ഉണ്ടാക്കുന്നത്. അതുപോലെ നമ്മുടെ കൊറോണറി സ്മൂത്ത് മസിൽ ബ്ലഡ് വെസൽസ് ഉണ്ടല്ലോ, അതിൽ ഡയലേഷൻ ഉണ്ടാക്കിയിട്ട് ആന്റി ആൻജൈനൽ ആക്ഷൻ ഉണ്ട്. പിന്നെ നമ്മുടെ വിസറൽ സ്മൂത്ത് മസിൽ എടുക്കുകയാണെങ്കിൽ അത് ബൈലറി ട്രാക്റ്റിലെ, യൂട്രസിലെയും ബ്ലാഡറിലും ഒക്കെ സ്മൂത്ത് മസിലിനെ റിലാക്സ് ചെയ്യിപ്പിക്കുകയാണ് ചെയ്യുന്നത്. നമുക്ക് കാൽഷ്യം ചാനൽ ഏറ്റവും കൂടുതൽ നമ്മൾ ഉപയോഗിക്കുന്നത് ബ്ലോക്കേഴ്സ് നമ്മൾ യൂസ് ചെയ്യുന്നത് ആൻജൈനയുടെ കേസിൽ വേരിയന്റ് ആൻജൈന എന്ന് പറഞ്ഞൊരു കണ്ടീഷൻ ഉണ്ട്, അതിന് നമ്മൾ ഉപയോഗിക്കും. പിന്നെ ഹൈപ്പർ ടെൻഷൻ, കാർഡിയക് അരിത്മിയ, അതുപോലെ തന്നെ ന്യൂറോളജിക്കൽ ഡാമേജ്, നമുക്ക് എന്തെങ്കിലും അരാക്കിഡോയിഡ് സ്പേസിൽ ഡാമേജ് വരുന്നത് കാരണം ഇഷീമിക് ന്യൂറോളജിക് ഡാമേജ് ഉണ്ടായിട്ടുണ്ടെങ്കിൽ അതിന്റെ കേസിൽ, റൈനോട്ട്സ് ഡിസീസിൽ, മൈഗ്രെയിൻ,
പിന്നെ കുട്ടികൾ പ്രിമച്ചുർ ആയിട്ട് ലേബർ ഉള്ള കേസിലൊക്കെ കാൽഷ്യം ചാനൽ ബ്ലോക്കേഴ്സ് യൂസ് ചെയ്യാം. ഹാർട്ട് ഫെയിലിയറിലും ബ്രാഡികാർഡിയ ഹാർട്ട് റേറ്റ് കുറയുന്ന കണ്ടീഷനിൽ, അതുപോലെ AV ബ്ലോക്ക് ഉള്ളവരില്, സൈനസ് സിൻഡ്രം ഉള്ളവര്, വുൾഫ് പാർക്കിൻസൺസ് വൈറ്റ് സിൻഡ്രം ഉള്ളവരിലൊന്നും അത് യൂസ് ചെയ്യാൻ പാടില്ല. കാൽഷ്യം ചാനൽ ബ്ലോക്കേഴ്സ് കോൺട്രാഇൻഡിക്കേറ്റഡ് ആണ്. ADR പറയുകയാണെങ്കിൽ വാസോ ഡയലേഷൻ ഉണ്ടാകുന്നത് കാരണം പോസ്റ്റുറൽ ഹൈപ്പോടെൻഷൻ ഉണ്ടാവാൻ ചാൻസ് ഉണ്ട്. അതുപോലെ തന്നെ റിപ്ലസ് ടാക്കിക്കാർഡിയ ഹാർട്ട് റേറ്റ് ഭയങ്കരമായിട്ട് കൂടാനായിട്ടുള്ള ചാൻസ് ഉണ്ട്. പിന്നെ ബ്രാഡികാർഡിയൻ പാൽപിറ്റേഷനും ഉണ്ടാവാൻ ചാൻസ് ഉണ്ട്. ഹെഡ് ഏക്കും ഫ്ലഷിങ്, നമ്മുടെ ആംഗിളില് എഡിമ, നമ്മുടെ ഉപ്പൂറ്റിയുടെ ഭാഗത്ത് നീര് വരാനുള്ള ചാൻസ് ഉണ്ട്. ഗ്യാസ്ട്രോ ഇൻഡസ്ട്രിയൽ ട്രാക്റ്റിലാണെങ്കിൽ കോൺസ്റ്റിപ്പേഷൻ ഉണ്ടാവും, നൗസിയ, വോമിറ്റിംഗ്. അതുപോലെ തന്നെ നമ്മുടെ ഗം ഉണ്ടല്ലോ, റീജിയനിന് ട്രോഫി ഉണ്ടാക്കാനായിട്ട് ഒരു ചാൻസ് ഉണ്ട്. അടുത്ത ഗ്രൂപ്പ് AC ഇൻഹിബിറ്റേഴ്സ് ആണ് നമ്മൾ പറഞ്ഞത്. ആൻജിയോടെൻസിൻ കൺവേർട്ടിംഗ് എൻസൈം അല്ലെ, അതിനെ ഇൻഹിബിറ്റ് ചെയ്യുന്ന എൻസൈംസ് ക്യാപ്റ്റോപ്രിൽ, എമലാപ്രിൽ, ലിസ്നോപ്രിൽ, റാമിപ്രിൽ ഒക്കെയാണ്. ഇവരെങ്ങനെയാണ് ആക്ട് ചെയ്യുന്നതെന്ന് വെച്ചാൽ ഇവര് ആൻജിയോടെൻസിൻ 1, 2 ആവുന്നതിനെ പ്രിവെന്റ് ചെയ്യുകയാണ് ചെയ്യുന്നത്. ആൻജിയോടെൻസിൻ 2 എന്ന് പറയുന്നത് ഒരു പൊട്ടന്റ് ആയിട്ടുള്ള വാസോ കോൺസ്ട്രിക്ടർ ആണ്. അങ്ങനെ വരുമ്പോൾ എന്ത് സംഭവിക്കും? ആ വാസോ കോൺസ്ട്രിക്ടർ ഇല്ലാണ്ട് വരുമ്പോൾ ബ്ലഡ് പ്രഷർ കുറയുകയാണ് ചെയ്യുന്നത്. ആൻജിയോടെൻസിൻ സെൻസിറ്റീവ് ആയിട്ടുള്ള വാസ്കുലർ ബെഡ്സ്, കിഡ്നിയിലുള്ള, ബ്രെയിനിലുള്ള വാസ്കുലർ ബെഡ്സിലൊക്കെയാണ് കൂടുതലും ആക്ട് ചെയ്യുന്നത്. മെക്കാനിസം പറയുകയാണെങ്കിൽ ആൻജിയോടെൻസിൻ 1, 2 ആവുന്നതിനെ പ്രിവെന്റ് ചെയ്യും. അങ്ങനെ വാസോ കോൺസ്ട്രിക്ഷൻ എന്ന് പറയുന്നത് ഇൻഹിബിറ്റ് ചെയ്യും. അതുപോലെ തന്നെ ബ്രാഡികൈനിനെ ഇനാക്ടിവേറ്റ് ചെയ്യും. AC ഇൻഹിബിറ്റേഴ്സിന്റെ ബ്രാഡികൈനിൻ ഇനാക്ടിവേറ്റ് ചെയ്യും. വാസോ ഡൈലേറ്റർ പെപ്റ്റൈഡ്സിനെ ഇനാക്ടിവേറ്റ് ചെയ്യും. പക്ഷെ AC ഇൻഹിബിറ്റേഴ്സിന്റെ പ്രസൻസിൽ ചിലപ്പോൾ വാസോ ഡയലേഷൻ ഉണ്ടാവും, ടോട്ടൽ പെരിഫറൽ റെസിസ്റ്റൻസും ഫൈനലി BPയും കുറയാണ് ചെയ്യുന്നത്. AC ഇൻഹിബിറ്റേഴ്സ് ആക്ട് ചെയ്യുന്ന മെക്കാനിസം മെയിൻ ആയിട്ട് ആൻജിയോടെൻസിൻ 1നെ 2 ആക്കി മാറ്റുന്നതിന് എന്ത് ചെയ്യുക? ഇൻഹിബിറ്റ് ചെയ്യുക. ദെയർബൈ വാസോ കോൺസ്ട്രിക്ഷൻ ഇൻഹിബിറ്റ് ചെയ്യുകയാണ് ചെയ്യുന്നത്. ഈ ആൻജിയോടെൻസിൻ കൺവേർട്ടിംഗ് എൻസൈമിന് ഒരു പ്രത്യേകതയുണ്ട്. അത് ബ്രാഡികൈൻ, നമ്മൾ നേരത്തെ പഠിച്ചായിരുന്നു, ബ്രാഡികൈനിനെ എന്ത് ചെയ്യും? ഇനാക്റ്റീവ് ചെയ്യും അല്ലെ, ഇനാക്ടിവേറ്റ് ചെയ്യും. അപ്പൊ പ്രസൻസ് ഓഫ് AC ഇൻഹിബിറ്റേഴ്സിൽ ബ്രാഡികൈനിൻ എന്താണ്? നന്നായിട്ട് ആക്റ്റീവ് ആവുകയാണ് ചെയ്യുന്നത്. എന്നിട്ട് അത് വാസോ ഡയലേഷൻ ഉണ്ടാക്കി ടോട്ടൽ പെരിഫറൽ റെസിസ്റ്റൻസ് കുറച്ചിട്ട് ഫൈനലി BP കുറയ്ക്കുകയാണ് ചെയ്യുന്നത്. നമുക്ക് വാസോ ഡയലേഷൻ യൂസ് ചെയ്യാം. അതുപോലെ പ്രീലോഡ് ആഫ്റ്റർ ലോഡ് എന്ന് പറയുന്ന ഹാർട്ടിന്റെ പ്രീലോഡ് ആഫ്റ്റർ ലോഡ് റെഡ്യൂസ് ചെയ്യാനായിട്ട് ഉപയോഗിക്കാം. അതുപോലെ തന്നെ ആണെങ്കിൽ ആൽഡോസ്റ്റിറോണിന്റെ സെക്രീഷൻ കുറയ്ക്കാനായിട്ടും സോൾട്ട് വാട്ടർ റീടെൻഷൻ കുറയ്ക്കാനായിട്ട് ഉപയോഗിക്കാം. ബ്ലഡ് ഫ്ലോ റീനലിലേക്കുള്ള പ്രൊക്യൂഷൻ കൂട്ടാനായിട്ട് യൂസ് ചെയ്യാം. ഹൈപ്പർ ടെൻഷൻ ആണ് മെയിൻലി നമ്മൾ AC ഇൻഹിബിറ്റേഴ്സ് യൂസ് ചെയ്യുന്നത്. എക്സസ് റെനിൻ ഉണ്ടാവുന്നത് കാരണം ഉണ്ടാകുന്ന ഹൈപ്പർ ടെൻഷൻ, മാലിഗ്നന്റ് ഹൈപ്പർ ടെൻഷൻ, അതുപോലെ ഹൈപ്പർടെൻഷൻ ക്രൈസിസ്, ഇനി റീനൽ ഡിസീസ് കാരണം ഉണ്ടാകുന്ന ഹൈപ്പർ ടെൻഷൻ ഒക്കെ ഉപയോഗിക്കാം. റിഫ്രാക്ടറി ഹാർട്ട് ഫെയിലിയർ കണ്ടീഷനും ഇഷീമിക് ഹാർട്ട് ഫെയിലിയറിലും യൂസ് ചെയ്യാം. ADR എന്ന് പറയുന്നത് ഫസ്റ്റ് ഡോസ് ഹൈപ്പോടെൻഷൻ എന്ന് പറയുന്ന ഒരു കണ്ടീഷൻ ഉണ്ടാവും. ആദ്യം കുറച്ച് ഡോസ് കൊടുക്കുമ്പോൾ BP ഭയങ്കരമായിട്ട് കുറയാൻ ചാൻസ് ഉണ്ട്. അപ്പൊ അത് മോണിറ്റർ ചെയ്തിട്ട് കൊടുക്കുക. പിന്നെ ഡ്രൈ കഫ് ആണ് ഒരു പ്രത്യേകത. ആൻജിയോഡിമയും ഡ്രൈ കഫും 2 ഇമ്പോർട്ടന്റ് ക്യാരക്ടറിസ്റ്റിക് ഫീച്ചർ ആണ്. അത് കൂടാതെ ഇത് ബ്രാഡികൈനിനെ ഇൻഹിബിറ്റ് അല്ലെ, ബ്രാഡികൈനിന്റെ കോൺസെൻട്രേഷൻ കൂടുന്നത് കൊണ്ടാണ് ഡ്രൈ കഫ് വരുന്നതെന്ന് നമ്മൾ പഠിച്ചായിരുന്നു. അതുപോലെ ആൻജിയോഡിമ വരുന്നുണ്ട്. കലീമിയ, നമ്മുടെ പൊട്ടാസ്യത്തിന്റെ കോൺസെൻട്രേഷൻ കൂടുന്നു. വിശപ്പില്ലായ്മ വരാം, സ്റ്റൊമറ്റൈറ്റിസ് വരാം, വയറിൽ പെയിൻ വരാം, ന്യൂട്രോഫിൽസിന്റെ അളവ് ഭയങ്കരമായിട്ട് കുറയാം, പ്രോട്ടീൻ യൂറിയയിൽ പ്രോട്ടീൻ എക്സ്ക്രീറ്റ് ചെയ്യാം. അതുപോലെ തന്നെ ബ്ലഡ് ഡിസോർഡേഴ്സ് ഉണ്ടാവാം. പിന്നെ കോൺട്രാഇൻഡിക്കേഷൻ എന്ന് പറയുന്നത് സിസ്റ്റോളിക് ബ്ലഡ് പ്രഷർ കുറവുള്ള പേഷ്യൻസിൽ കോൺട്രാഇൻഡിക്കേറ്റഡ് ആണ്. അതുപോലെ ആർട്ടറി സ്റ്റീനോസിസ് ഒക്കെ ചെയ്തിട്ടുള്ള പേഷ്യൻസിൽ, പിന്നെ നമ്മുടെ പ്രഗ്നന്റ് ആയിട്ടിരിക്കുകയാണ്, 2nd, 3rd ട്രൈമിസ്റ്ററിലൊക്കെ ആണെങ്കിൽ കോൺട്രാഇൻഡിക്കേറ്റഡ് ആണ് AC ഇൻഹിബിറ്റേഴ്സ്. റീനൽ ഫെയിലിയർ ഉള്ളവരിൽ, കിഡ്നി ഫംഗ്ഷൻ അല്ലാത്തവരിലും കോൺട്രാഇൻഡിക്കേറ്റഡ് ആണ്. പിന്നുള്ളൊരു ഗ്രൂപ്പ് എന്ന് പറയുന്നത് ആൻജിയോടെൻസിൻ റിസപ്റ്റർ ബ്ലോക്കേഴ്സ് ആണ്. ഇവരെന്താ ചെയ്യുന്നതെന്ന് വെച്ചാൽ ആൻജിയോടെൻസിൻ 1 ഉണ്ടല്ലോ, ടൈപ്പ് 1 റിസപ്റ്റർ, അത് എന്താണ്? അതാണ് ആൻജിയോടെൻസിൻ ടൈപ്പ് 1 റിസപ്റ്ററിൽ പോയി ആക്ട് ചെയ്തിട്ട് അതിനെ ബ്ലോക്ക് ചെയ്യുകയാണ് ചെയ്യുന്നത് മെയിൻ ആയിട്ട്. ലോസാർട്ടൻ, വാൾസാർട്ടൻ, കാൻഡിസാർട്ടൻ, എപ്രോസാർട്ടൻ, ഇബ്രിസാർട്ടൻ, കൈമീസാർട്ടൻ ഒക്കെയാണ് ഉദാഹരണം. ഇതിന്റെ യൂണിക് ഫീച്ചേഴ്സ് എന്തൊക്കെയാണെന്ന് വെച്ചാൽ
ദീസ് ഏജൻസ് ആർ യുണീക് ഫ്രം ACNS കാരണം അവർക്ക് ബ്രാഡിക്കൈനിൽ എഫക്റ്റ് ഒന്നുമില്ല. അതുകൊണ്ട് തന്നെ ഡ്രൈ കഫ് ഉണ്ടാക്കത്തില്ല ADR ആയിട്ട്. പിന്നെ കംപ്ലീറ്റ് ആയിട്ട് ആൻജിയോടെൻസിനെ ഇൻഹിബിറ്റ് ചെയ്യും. ബിസൈഡ്സ് ആൻജിയോടെൻസിൻ കൺവേർട്ടിംഗ് എൻസൈമിന് ബിസൈഡ്സ് എന്താണ് ഇറ്റ് കോസ് മോർ കംപ്ലീറ്റ് അല്ലെ, മോർ കംപ്ലീറ്റ് ഇൻഹിബിഷൻ ഓഫ് ആൻജിയോടെൻസിൻ ആക്ഷൻ ആണ് തരുന്നത്. വേറെ എന്താണ് പറയാൻ, ഓരോ ഡ്രഗ് വെച്ച് പറയുകയാണെങ്കിൽ ലോസാർട്ടൻ ഓർത്തിരിക്കുക, അത് ആൻജിയോടെൻസിൻ റിസപ്റ്ററിന്റെ ആന്റഗോണിസം ആണ് ഉണ്ടാക്കുന്നത്. എന്നിട്ട് ആൻജിയോടെൻസിൻ 2ന്റെ ആക്ടിവിറ്റി കംപ്ലീറ്റ് ആയിട്ട് ബ്ലോക്ക് ചെയ്യുകയാണ് ചെയ്യുന്നത്. ബൈ BP കൂടുന്നതിന് ഒഴിവാക്കുകയാണ് ചെയ്യുന്നത്. ഓറലി അഡ്മിനിസ്ട്രേറ്റഡ് ആണ്, എക്സ്റ്റെൻസീവ്ലി മെറ്റബോളൈസ്ഡ് ആണ്. ഹാഫ് ലൈഫ് എടുക്കുവാണെങ്കിൽ 2 hours ആണ്. ഡോസ് 50 mg പെർ ഡേ ആണ്. അത് 25 to 100 mg പെർ ഡേ വരെ ആവാം. ഹൈപ്പർ ടെൻഷൻ ആണ് മെയിൻ ആയിട്ട് യൂസ് ചെയ്യുന്നത്. ADR എന്ന് പറയുന്നത് ACE ഇൻഹിബിറ്റേഴ്സിന് സിമിലർ ആയിട്ടുള്ള ADR ഉണ്ട്, പക്ഷെ ആൻജിയോഡിനെയും ഡ്രൈ കഫും ഇല്ല. അത് ബ്രാഡിക്കൈനിൻ ഉണ്ടാക്കുന്നത് കാരണമാണ്. പക്ഷെ ഇവിടെ ബ്രാഡിക്കൈനിൻ ഉണ്ടാവുന്നില്ല, അതുകൊണ്ട് ആൻജിയോഡിനെയും ഡ്രൈ കഫും ഇല്ല. ബാക്കി എല്ലാ ADR ഉണ്ടാവാറുണ്ട്. പ്രഗ്നൻസിയിൽ കോൺട്രാഇൻഡിക്കേറ്റഡ് ആണ്. സരസൽ എന്ന് പറഞ്ഞിട്ടുണ്ട് ഒരു അനലോഗ് ഉണ്ട്, അത് കോമ്പറ്റേറ്റീവ് ഇൻഹിബിറ്റർ ഓഫ് ആൻജിയോടെൻസിൻ 2 ആണ്. ആൻജിയോടെൻസിൻ 2 അറ്റ് ഇറ്റ്സ് റിസപ്റ്റേഴ്സിൽ കോമ്പറ്റേറ്റീവ് ഇൻഹിബിറ്റർ ആണ്. അത് പ്രഷർ അതുപോലെ തന്നെ ആൽഡോസ്റ്റെറോൺ റിലീസ് ഓഫ് ഇൻഫ്യൂസ്ഡ് ആൻജിയോടെൻസിൻ 2 കുറയ്ക്കും, ബ്ലോക്ക് ചെയ്യും. അങ്ങനെ ബ്ലഡ് പ്രഷർ കുറയ്ക്കാറുണ്ട് റീനൽ ആർട്ടീരിയോസ്റ്റെനോസിന്റെ ഒക്കെ കേസിൽ. പക്ഷെ മാർക്കറ്റിൽ നിന്ന് വിഡ്രോൺ ചെയ്തു, കാരണം അൺപ്രഡിക്റ്റബിൾ ആയിട്ടുള്ള ഫാർമക്കോളജിക്കൽ എഫക്റ്റ് ഉള്ളതുകൊണ്ട് ഇപ്പോൾ യൂസ് ചെയ്യാവുന്നില്ല എന്ന് ഒന്ന് ഓർത്ത് വെച്ചോളാം. ഇനി അടുത്ത ഗ്രൂപ്പ് നമ്മൾ കാണുന്നത് വാസോ ഡയലേറ്റേഴ്സ് ആണ്. വാസോ ഡയലേറ്റേഴ്സിൽ ഓറൽ വാസോ ഡയലേറ്ററിൽ വരുന്നതാണ് ഹൈഡ്രലസീനും മിനോക്സിഡിനും. പാരൻട്രൽ ഉപയോഗിക്കുന്നതാണ് നൈട്രോപ്രിസൈഡ്, ഡയസോക്സൈഡ്, ഫെനോൾഡോപ്പം എന്ന് പറയുന്നത്. മെക്കാനിസം പറയുകയാണെങ്കിൽ എന്താണ്, ആർട്ടറിനെ ഡൈലേറ്റ് ചെയ്യിക്കുകയാണ് ചെയ്യുന്നത് അല്ലെ. ആർട്ടറീസിനെ വെയിൻസിനെ ഡൈലേറ്റ് ചെയ്യിപ്പിക്കും. അതുവഴി പെരിഫറൽ റെസിസ്റ്റൻസ് ഭയങ്കരമായിട്ട് കുറയ്ക്കും. എന്നിട്ട് ബ്ലഡ് പ്രഷർ നന്നായിട്ട് കുറയ്ക്കുകയാണ് ചെയ്യുന്നത്. ഹൈഡ്രലസീൻ ആണെങ്കിൽ അതൊരു ഹൈഡ്രസീൻ ഡെറിവേറ്റീവ് ആണ്. ആർട്ടീരിയോൾസിനെ ഡൈലേറ്റ് ചെയ്യിപ്പിക്കും, പക്ഷെ വെയിൻസിൽ പ്രത്യേകിച്ച് ആക്ഷൻ ഒന്നും ഇല്ല. പിന്നെ ഹൈപ്പർ ടെൻസീവ് ആയിട്ടുള്ള പേഷ്യൻസിൽ ടാക്കിഫൈലാക്സിസ് ഇമ്മീഡിയറ്റ് ആയിട്ട് അലർജിക് റിയാക്ഷൻ ഉണ്ടാവാനായിട്ടുള്ള ചാൻസ് ഉണ്ട്. കോമ്പിനേഷൻ ആയിട്ട് യൂസ് ചെയ്യാം. പിന്നെ ഓറലി അഡ്മിനിസ്ട്രേറ്റ് ചെയ്യുകയാണെങ്കിൽ ഫസ്റ്റ് പാസ് മെറ്റബോളിസം ഒരുപാടുണ്ട്, ബയോബിലിറ്റി കുറവാണ്, ഹാഫ് ലൈഫ് 2 to 4 hours ആണ് പറയുന്നത്. ഡോസ് കോമൺ ആയിട്ട് കൊടുക്കുന്നത് 40 തൊട്ട് 200 mg പെർ ഡേ ആണ്. ഇറ്റ് ഈസ് അസോസിയേറ്റഡ് വിത്ത് സർട്ടൺ ADR, ADR-ഉമായിട്ട് അസോസിയേറ്റഡ് ആണ്. ADR ആണ് ഹെഡ് ഏക്ക് ഉണ്ടാവാൻ ചാൻസ് ഉണ്ട്, അതുപോലെ നൗസിയ ഉണ്ടാവാൻ ചാൻസ് ഉണ്ട്, വിശപ്പില്ലായ്മ, പിന്നെന്താണ് ഹാർട്ട് പാൽപിറ്റേഷൻ, കിതപ്പ് ഉണ്ടാവാൻ ചാൻസ് ഉണ്ട്. പിന്നെ അലർജിക് റിയാക്ഷൻസ് പോലുള്ള സിസ്റ്റമിക് ലൂപ്പസ് എറിത്രമാറ്റസ് കണ്ടീഷനും സ്വെറ്റിങ്, ഫ്ലഷിങ് ഒക്കെ ഉണ്ടാവാനായിട്ടുള്ള ചാൻസ് ഉണ്ട്. മിനോക്സിഡിലിന്റെ കാര്യം പറയുകയാണെങ്കിൽ ഓറലി ആക്റ്റീവ് ആണ്, 4 hours ആണ് ഹാഫ് ലൈഫ്, 5 to 10 mg പെർ ഡേ ഇൻ 2 ഡോസ് ആണ് നമ്മൾ ഡോസസ് കൊടുക്കുന്നത്. വാസോഡൈലേഷൻ ഉണ്ടാവാൻ കാരണം പൊട്ടാസ്യം ചാനൽസ് എന്ത് ചെയ്യും, ഓപ്പണിങ് ചെയ്യും. എന്നിട്ട് മെംബ്രെയിനെ ഹൈപ്പർ പോളറൈസ്ഡ് സ്റ്റേറ്റിൽ നിർത്തും. എന്നിട്ട് റിലാക്സേഷൻ ഉണ്ടാക്കുന്നത് കൊണ്ടാണ് വാസോഡൈലേഷൻ ഉണ്ടാകുന്നത്. ആർട്ടീരിയോൾസിനെയും ഡൈലേറ്റ് ചെയ്യും, പക്ഷെ വെയിൻസിൽ ആക്ഷൻ ഒന്നുമില്ല. ഹെഡേക്ക്, സ്വെറ്റിംഗ്, ഹൈപ്പർട്രൈക്കോസിസ്, അതുപോലെ ടക്കിക്കാർഡിയ, ആൻജൈന, എഡിമ ഒക്കെയാണ് മെയിൻ ആയിട്ടുള്ള സൈഡ് എഫക്ട്. ഫെനൽഡോപ്പം എന്ന് പറയുന്നത് സിവിയർ ആയിട്ടുള്ള ഹൈപ്പർ ടെൻഷൻ അല്ലെങ്കിൽ ഓപ്പറേഷൻ ഒക്കെ കഴിഞ്ഞ് കഴിയുമ്പോൾ ഉണ്ടാകുന്ന ഹൈപ്പർ ടെൻഷന് കൊടുക്കുന്നതാണ്. അത് ഡോപ്പമിൻ D1 റിസപ്റ്റർ അഗോണിസ്റ്റ് ആണ്. നമ്മുടെ പെരിഫറൽ ആർട്ടറിയെ ഒക്കെ ഡൈലേറ്റ് ചെയ്യിപ്പിക്കും. പാരന്ററലി കൊടുക്കുകയാണെങ്കിൽ എക്സ്റ്റെൻസീവ്ലി IV ഇൻഫ്യൂഷൻ വഴി പാരന്ററലി കൊടുക്കാം. എക്സ്റ്റെൻസീവ്ലി മെറ്റബലൈസ്ഡ് ആണ്, ഷോർട്ട് ഹാഫ് ലൈഫ് ആണ്, 5 minutes ഉള്ളൂ ഹാഫ് ലൈഫ്. ഡോസ് വളരെ കുറച്ചാണ് കൊടുക്കുന്നത്, 0.025 to 0.05 മൈക്രോഗ്രാം പെർ kg പെർ മിനിറ്റ് ആണ് കൊടുക്കാറ്. ഇനി ഇൻഡിവിജ്വലൈസ്ഡ് കെയർ അപ്രോച്ച് നമ്മൾ പറയുകയാണെങ്കിൽ കാൽഷ്യം ചാനൽ ബ്ലോക്കേഴ്സ് ആർക്കൊക്കെ കൊടുക്കാം, ഹൈപ്പർ ടെൻഷനിൽ ആർക്കൊക്കെ കൊടുക്കാന്ന് വെച്ചാൽ പ്രായമായവർക്ക് ഹൈപ്പർ ടെൻഷൻ വരുമ്പോൾ, അതുപോലെ സിസ്റ്റോളിക് ഹൈപ്പർ ടെൻഷൻ ഉള്ളവരിൽ, ആസ്മ COPD പേഷ്യൻസിൽ, മൈഗ്രെയിനും റൈനറ്റ്സ് ഡിസീസ് ഒക്കെ ഉള്ള പേഷ്യൻസിൽ, പ്രഗ്നന്റ് ആയിട്ടുള്ളവരിലൊക്കെ കാൽഷ്യം ചാനൽ ബ്ലോക്കേഴ്സ് കൊടുക്കാം. ആർക്കൊക്കെ കൊടുക്കാൻ പാടില്ല എന്ന് വെച്ചാൽ കൺജസ്റ്റീവ് ഹാർട്ട് ഫെയിലിയർ ഉള്ളവർക്ക്, പിന്നെ എന്തെങ്കിലും കണ്ടക്ഷനിൽ ഡിഫക്റ്റ് ഉള്ളവർക്ക്, ബീറ്റ ബ്ലോക്കേഴ്സ് എടുക്കുന്നവർക്ക്, അതുപോലെ തന്നെ ഹാർട്ട് ഡിസീസ് ഉള്ളവർക്ക്, മയോകാർഡിയൽ ഇൻഫാക്ഷൻ ഉള്ളവർക്ക്,
ലെഫ്റ്റ് വെൻട്രിക്കുലർ ഹൈപ്പർട്രോഫി ഉള്ളവർക്ക്, പ്രോസ്ട്രേറ്റ് മെയിൽസിലെ ചിലരിൽ പ്രോസ്ട്രേറ്റ് വലുതായിരിക്കും, അങ്ങനെയുള്ളവർക്ക്, പിന്നെ GERD കേസിൽ അല്ലെ, ഗ്യാസ്ട്രോഇന്റെസ്റ്റൈനൽ ഈസോഫാഗൽ റിഫ്ലക്സ് സിൻഡ്രം ഉള്ള പേഷ്യൻസിൽ ഇവരിലൊക്കെ അവോയ്ഡ് ചെയ്യണം. AC ഇൻഹിബിറ്റേഴ്സ് ആർക്കൊക്കെ കൊടുക്കാം? ഹൈ റെനിൻ കേസസ് ഉള്ളവരിൽ, ലോ സോൾട്ടും ഹൈ റെനിൻ കേസസ് ഉള്ളവരിൽ, ഫിസിക്കലി ആക്റ്റീവ് ആയിട്ടുള്ളവരിൽ, ഡയബറ്റീസ്, ന്യൂറോപ്പതി ഉള്ള പേഷ്യൻസിൽ, നെഫ്രോപ്പതി ഉള്ള പേഷ്യൻസിൽ, ആൻജൈനയോ MIയോ ഉള്ള പേഷ്യൻസിൽ, ലെഫ്റ്റ് വെൻട്രിക്കുലർ ഫെയിലിയറോ ഹൈപ്പർട്രൈഫിയോ ഉള്ള പേഷ്യൻസിൽ, ഗൗട്ട് ഉള്ള പേഷ്യൻസിൽ, പിന്നെ വെൻട്രിക്കുലർ ഡിസ്റ്റോപ്പിയ പ്രോബ്ലംസ് ഉള്ള പേഷ്യൻസിൽ, ഡിസ്ലിപ്പീഡിയമിയ ഉള്ള കേസിൽ ഒക്കെ AC ഇൻഹിബിറ്റേഴ്സ് കൊടുക്കാം. ബൈലാറ്ററൽ റീനൽ ആർട്ടറി സ്റ്റെനോസിസിൽ, പ്രഗ്നൻസിയിൽ, നമ്മുടെ പൊട്ടാസ്യത്തിന്റെ അളവ് കൂടുന്ന കേസിൽ, അതുപോലെ ഡ്രൈ കഫ് ഉള്ള പേഷ്യൻസിൽ അവോയ്ഡ് ചെയ്യണം. ബീറ്റ അഡ്രിനർജിക് ബ്ലോക്കേഴ്സ് ആർക്കൊക്കെ കൊടുക്കാന്ന് വെച്ചാൽ ആൻസൈന അല്ലെങ്കിൽ പോസ്റ്റ് മയോകാർഡിയൽ ഇൻഫാക്ഷൻ ഉള്ളവരിൽ, ആൻസൈറ്റി അല്ലെങ്കിൽ ടെക്കിക്കാർഡിയ ഉള്ളവരിൽ, നോൺ ഒബീസ് ആയിട്ടുള്ളവരിൽ, ഹൈ റെനിൻ ഉള്ള പേഷ്യൻസിൽ, പ്രഗ്നൻസി കണ്ടീഷനിൽ കൊടുക്കാം. CHF ഉള്ള പേഷ്യൻസിനും ബ്രാഡിക്കാർഡിയയും കണ്ടക്ഷൻ പ്രോബ്ലംസും ആസ്മയൊക്കെ ഉള്ളവരിൽ, ഡയബറ്റിക് അല്ലെങ്കിൽ ഗ്ലൂക്കോസ് ടോളറൻസ് ഒക്കെ ബോർഡർ ലൈൻ ആയിട്ടുള്ളവരിൽ, ലിപ്പിഡ് പ്രൊഫൈല് കറക്റ്റ് അല്ലാത്തവരിലൊന്നും കൊടുക്കാൻ പാടില്ല. പിന്നെ ഫിസിക്കലി ആക്റ്റീവ് ആയിട്ടുള്ള പേഷ്യൻസിൽ അങ്ങനെയൊന്നും അവോയ്ഡ് ചെയ്യുന്നതാണ് ബെറ്റർ. ഡയൂററ്റിക്സ് നമ്മൾ പ്രായമായവരിൽ, ലോ റെനിൻ റെനിൻ കണ്ടന്റ് ഉള്ളവരിൽ, ഐസൊലേറ്റ് സിസ്റ്റോളിക് ഹൈപ്പർടെൻഷൻ ഉള്ളവരിൽ, കുറച്ച് വണ്ണം ഉള്ള ആളുകളിൽ, റീനൽ ഡിസീസും സോൾട്ട് റീടെൻഷനും ഉള്ളവരിൽ ആണ് കൊടുക്കുന്നത്. കോസ് തെറാപ്പി കമ്പാരിറ്റീവ്ലി കുറവാണ്. ആയിട്ടുള്ളവരിൽ അവോയ്ഡ് ചെയ്യണം. ഡയബറ്റീസ് ഉള്ളവരിൽ, ഗൗട്ട് ഉള്ളവരിൽ, അതുപോലെ തന്നെ ലിപ്പിഡ് പ്രൊഫൈൽ അബ്നോർമൽ ആയിട്ടുള്ളവരിൽ, പിന്നെ പ്രഗ്നൻസി ഇൻഡ്യൂസ്ഡ് ഹൈപ്പർ ടെൻഷൻ ഉണ്ടാവുമല്ലോ, എക്ലാംസിയ കണ്ടീഷൻ ഒക്കെ, എക്ലാംസിയ എന്നൊക്കെ പറയുന്ന കണ്ടീഷൻ, അതിലൊക്കെ അവോയ്ഡ് ചെയ്യുക. കോമ്പിനേഷൻ തെറാപ്പി ആയിട്ട് നമ്മൾ കൊടുക്കുന്നത് ഒന്ന് റെനിൻ ആക്ടിവിറ്റി ഇൻക്രീസ് ചെയ്യാനായിട്ട് ഡയൂററ്റിക്സ്, വാസോഡയലേറ്റേഴ്സ്, കാൽഷ്യം ചാനൽ ബ്ലോക്കേഴ്സ്, AC ഇൻഹിബിറ്റേഴ്സ്, അത് വിത്ത് ഡ്രഗ്സ് ഹാവിംഗ് ലോ റെനിൻ ആക്ടിവിറ്റി. ഇൻക്രീസ് ആക്ടിവിറ്റിയും ലോ ഉള്ള രണ്ടിനെ കമ്പൈൻ ചെയ്ത് കൊടുക്കാം. റെനിൻ ആക്ടിവിറ്റി കുറവുള്ളത് ബീറ്റ ബ്ലോക്കേഴ്സും ക്ലോണിഡിനും അതുപോലെ നമ്മുടെ മീഥൈൽ ഡോപ്പയാണ്. ഇനി ഫ്ലൂയിഡ് റിറ്റൻഷൻ കോസ് ചെയ്യുന്ന ഡ്രഗ്സസ് അഡ്രിനർജിക് കോമ്പിനേഷൻ തെറാപ്പി, അഡ്രിനർജിക് ബ്ലോക്കേഴ്സ് ഡയോററ്റിക്സിന്റെ കൂടെ കൊടുക്കാം. കാരണം അത് ഫ്ലൂയിഡ് റിറ്റൻഷൻ ഉണ്ടാക്കുന്നതുകൊണ്ട് ഡയോററ്റിക്സിന്റെ കൂടെ കൊടുത്താൽ എഡിമയൊക്കെ ഒഴിവാക്കാം. പിന്നെ ഹൈഡ്രലസീൻ പോലുള്ള ഡ്രഗ്സസ് നോൺ സെലക്റ്റീവ് ബീറ്റ ബ്ലോക്കേഴ്സ് ആയിട്ട്, AC ഇൻഹിബിറ്റേഴ്സോ അല്ലെങ്കിൽ ആൻജിയോടെൻസിൻ റിസപ്റ്റർ ബ്ലോക്കേഴ്സോ അവർ ഡയൂററ്റിക്സിന്റെ കൂടെ, കാൽഷ്യം ചാനൽ ബ്ലോക്കേഴ്സ് ഡയൂററ്റിക്സിന്റെ കൂടെ, പിന്നെ ബീറ്റ ബ്ലോക്കേഴ്സും പ്രാസോസിനും കോമ്പിനേഷനിൽ കൊടുക്കാം. ഇനി യൂസ് ചെയ്യാൻ പാടില്ലാത്ത കോമ്പിനേഷൻ ആണ് അഡ്രിനർജിക് ബ്ലോക്കറും നമ്മുടെ ക്ലോണിഡിനും അതുപോലെ ഹൈഡ്രലസീനും പ്രാസോസിനും, വെരാപ്പാമിൽ ഡിൽറ്റിയാസും നമ്മുടെ ബീറ്റ ബ്ലോക്കേഴ്സും ആയിട്ട് മീഥൈൽ ഡോപ്പയും ക്ലോണിഡിനും. ഇതിന്റെ ഈ കോമ്പിനേഷൻസ് എല്ലാം തന്നെ അവോയ്ഡ് ചെയ്യണം. പ്രഗ്നൻസിയുടെ കേസിൽ സ്യൂട്ടബിൾ ആയിട്ട് നമുക്ക് കൊടുക്കാൻ പറ്റുന്ന ഡ്രഗ്, ആദ്യത്തെ ഡ്രഗ് മീഥൈൽ ഡോപ്പയാണ്. നമുക്ക് ഹൈഡ്രലസിൻ കൊടുക്കാം, ഡൈഹൈഡ്രോപൈപ്പരിഡിൻ കൊടുക്കാം, കാൽഷ്യം ചാനൽ ബ്ലോക്കേഴ്സ് കൊടുക്കാം, അതുപോലെ കാർഡിയോ സെലക്റ്റീവ് ആയിട്ടുള്ള അഡ്രിനർജിക് ബ്ലോക്കേഴ്സ്, അക്റ്റിനലോൾ, പിൻഡലോൾ, അസിബ്യൂട്ടലോൾ ഇവരൊക്കെ കൊടുക്കാം, പ്രാസോസിൻ കൊടുക്കാം, ക്ലോണിഡിൻ കൊടുക്കാം. പ്രഗ്നൻസിയിൽ കൊടുക്കാൻ പാടില്ലാത്ത ഏജൻസ് ഏതൊക്കെയാണ്? ഡയൂററ്റിക്സ്, അതുപോലെ തന്നെ AC ഇൻഹിബിറ്റേഴ്സ്, റിസർപ്പെയിൻ, പിന്നെ ബീറ്റ ബ്ലോക്കേഴ്സ് നോൺ സെലക്റ്റീവ്, സോഡിയം നൈട്രോക്രിസൈഡ്, ഇതൊന്നും കൊടുക്കാൻ പാടില്ല. നമ്മൾ ABCD മെത്തേഡ് ഡ്രഗ് സീക്വൻസിങ് ഉണ്ട് ഹൈപ്പർ ടെൻഷന്. എങ്ങർ ആയിട്ടുള്ള നോൺ ബ്ലാക്ക് ആയിട്ടുള്ളവരിൽ സ്റ്റെപ്പ് 1A നമ്മൾ കൊടുക്കുക, അതായത് റിസപ്റ്റർ ബ്ലോക്കേഴ്സ് അല്ലെങ്കിൽ ആൻജിയോടെൻസിൻ കൺവേർട്ടിംഗ് എൻസൈംസ് കൊടുക്കുക. നമ്മൾ ഓൾഡർ അല്ലെങ്കിൽ ബ്ലാക്ക് ആയിട്ടുള്ളവരിൽ COD കൊടുക്കുക, അല്ലെ, കാൽഷ്യം ചാനൽ ബ്ലോക്കേഴ്സോ അല്ലെങ്കിൽ ഡയൂററ്റിക്സോ കൊടുക്കുക. സ്റ്റെപ്പ് 2 എന്തെങ്കിലും ആൻജിയോടെൻസിൻ കൺവേർട്ടിംഗ് എൻസൈം ബ്ലോക്കറും കാൽഷ്യം ചാനലോ ഡയൂററ്റിക്സ് കൊടുക്കുക. സ്റ്റെപ്പ് 3 മൂന്നിന്റെയും കോമ്പിനേഷൻ കൊടുക്കുക. സ്റ്റെപ്പ് 4 വരുമ്പോഴത്തേക്കും ഒരു ആൽഫ ബ്ലോക്കറിനെയോ സ്പൈറനോലാക്ടോനെയോ ബീറ്റ ബ്ലോക്കറിനെയോ കൂടി കൊടുക്കുക. ഡയബറ്റീസ് ഉള്ള പേഷ്യൻസിൽ ടൈപ്പ് 1 ആണെങ്കിൽ AC ഇൻഹിബിറ്റേഴ്സോ ATI ബ്ലോക്കേഴ്സോ കൊടുക്കുക. അത് ബീറ്റ ബ്ലോക്കേഴ്സിന്റെ കൂടെയോ കാൽഷ്യം ചാനൽ ബ്ലോക്കേഴ്സിന്റെയോ തയസൈഡ്സിന്റെയോ ആൽഫ ബ്ലോക്കേഴ്സിന്റെ കൂടെയോ കൊടുക്കുക.
ടൈപ്പ് 2 ഡയബറ്റീസ് ഉള്ളവരിൽ ACE ഇൻഹിബിറ്റേഴ്സും നമ്മുടെ ആൻജിറ്റൻസിൻ റിസപ്റ്റർ ബ്ലോക്കേഴ്സും കാൽഷ്യം ചാനൽ ബ്ലോക്കേഴ്സും ആണ് കൊടുക്കാറ്. ഇനി റീനൽ ഡിസീസ് ഉള്ളവരിൽ ACE ഇൻഹിബിറ്റേഴ്സ് കൊടുക്കും, തൈറോയ്ഡ് ഡയൂററ്റിക്സ് കൊടുക്കും. സിവിയർ റീനൽ ഇമ്പയർമെന്റ് ഉണ്ടെങ്കിൽ കൊടുക്കില്ല. ലൂപ്പ് ഡയൂററ്റിക്സ് ഒക്കെയാണ് സിവിയർ ഇമ്പയർമെന്റ് ഉണ്ടെങ്കിൽ കൊടുക്കാറ്. ഇത്രയുമാണ് പാർട്ട് 1 നമ്മൾ നോക്കുന്നത്. താങ്ക് യു.